ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും ബൈബിളുകളെ എടുത്താട്ടെ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവം താമസിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്. ആ ഭാഗത്തിലേക്ക് വിശുദ്ധ പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു എസ്കറ്റോളജിക്കൽ ഭാഗമാണ്, അന്ത്യകാല ശാസ്ത്രമാണ്. അവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ മടങ്ങി വരുമെന്നൊക്കെ പറഞ്ഞല്ലോ, പക്ഷേ അവൻ്റെ വാക്കിൻ്റെ പൂർണ്ണത എവിടെ, നിവർത്തി എവിടെ? 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അതാണ് ചോദിക്കുന്നത്, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? ആമേൻ. ഇന്ന് പകൽ ഞാനതിനെ ഒരു എസ്കറ്റോളജിക്കൽ, ഒരു അന്ത്യകാല ശാസ്ത്രത്തിലല്ല കൊണ്ടുപോകുന്നത്, ഒരു പേഴ്സണൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്. അവിടെ ചോദിക്കുകയാണ്, വാഗ്ദത്തം എവിടെ? നിന്നോട് ദൂത് പറഞ്ഞു, നീ നിന്നോട് വാഗ്ദത്തം പറഞ്ഞു, നിനക്ക് വർഷത്തിൽ 10 പ്രാവശ്യം നിനക്ക് ഒരേ വാക്യം തന്നെ കിട്ടി. പക്ഷേ ആ വാഗ്ദത്തം പുസ്തകത്തിൽ ഇരിക്കുന്നതല്ലാതെ, ആ വാഗ്ദത്തം നിൻ്റെ ഡയറിയിൽ ഇരിക്കുന്നതല്ലാതെ, ആ വാഗ്ദത്തം നിൻ്റെ ജീവിതത്തിൽ എവിടെ? ആ വാഗ്ദത്തം നിൻ്റെ കുടുംബത്തിലെവിടെ? ആ വാഗ്ദത്തം നിൻ്റെ തലമുറയിലെവിടെ? ഇതാരാണ് ചോദിക്കുന്നതെന്ന് അറിയാമോ? 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ ആമേൻ വാഗ്ദത്തം എവിടെ എന്ന് ചോദിച്ചിട്ട് ആമേൻ അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരും. ഞാൻ ആ വാക്യത്തെ ആമേൻ ആനുകാലികമായി കൊണ്ടുവരികയാണ്. നീ പെന്തക്കോസിൽ പോയിട്ടും എന്തോ മാറ്റമുണ്ടായി. പണ്ടിരുന്നത് പോലെ തന്നെയല്ലേ ഇപ്പോഴും നിന്റെ വിഷയങ്ങൾ? നീ തുള്ളിയിട്ടും ചാടിയിട്ടും പ്രാർത്ഥിച്ചിട്ടും കൈയടിച്ചിട്ടും പാട്ടുപാടിയിട്ടോ എന്തോ വ്യത്യാസമുണ്ടായി. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷമോ ആമേൻ ആൾക്കാർ ചത്തൊടുങ്ങിയിട്ട് പോലും നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നോ? സകലവും ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ദൈവജനത്തിനെതിരെ എഴുന്നേറ്റ് വരുമെന്ന് അറിഞ്ഞുകൊള്ളണം. ഇന്ന് പകൽക്കാലം ആമേൻ 3-ാം അധ്യായം 4-ാം വാക്യം പറയുകയാണ്, പരിഹാസികൾ നിന്റെ അടുക്കൽ ചോദിക്കാം, എന്തിയടാ വാഗ്ദത്തം? എന്തിയടാ നീ പ്രാർത്ഥിക്കാൻ പോയി തുള്ളിയിട്ട് എന്തോ പ്രതിഫലമുണ്ടായി എന്ന് ചോദിക്കാം. എന്നാൽ 9-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ തനിക്ക് ലഭിച്ച വെളിപ്പാട് പറയുകയാണ്, ചിലർ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങളും നടക്കാൻ പോകുന്നത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അതിനകത്ത് 1-ാമത്തെ പോയിന്റ് ഇന്ന് പകലൊരു ദൂതായി ഞാൻ നിന്റെ മേൽ കൈമാറുകയാണ്. ചിലർ വിചാരിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ചിലർ വിചാരിക്കുന്നുണ്ട് ആമേൻ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി താമസിച്ചാൽ നീ ഇട്ടിട്ട് പോകുമെന്ന്. ചിലർ വിചാരിക്കുന്നുണ്ട് ഈ അഗ്നിശോധനയ്ക്കകത്ത് നീ കത്തിക്കരിഞ്ഞു പോകുമെന്ന്. ചിലർ വിചാരിക്കുന്നുണ്ട് ഈ പെരുവെള്ളത്തിൽ നീ ഒഴുകിപ്പോകുമെന്ന്. ചിലർ വിചാരിക്കുന്നുണ്ട് നീ തളർന്നു പോകുമെന്ന്. ചിലർ വിചാരിക്കുന്നുണ്ട് നീ തകർന്നു പോകുമെന്ന്. പക്ഷേ ചിലർ വിചാരിക്കുന്നത് പോലെ സംഭവിക്കുകയില്ല. ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് കയറുന്ന, ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ആഴ്ചയിലേക്ക് കയറുന്ന അഭിഷക്ത ദൈവ സമൂഹത്തിന്റെ അടുക്കൽ ഞാൻ വിളിച്ചു പറയുകയാണ്, അവര് ചിന്തിക്കുന്നത് പോലെ കാര്യം നടക്കത്തില്ല. അവര് പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യം നടക്കത്തില്ല. അഭിഷക്തൻ മുൻപേ എഴുതി വെച്ചിരിക്കുന്നത് പറഞ്ഞതുപോലെ ആമേൻ നിന്റെ ഫിനാലെ ഇങ്ങനെയായിരിക്കുമെന്ന്, നിന്റെ ക്ലൈമാക്സ് ഇങ്ങനെയായിരിക്കുമെന്ന് ശത്രു എഴുതി വെച്ച ചില സ്ക്രിപ്റ്റുകളെ സ്വർഗം ബ്ലോട്ട് ഔട്ട് ചെയ്യുകയാണ്. സ്വർഗം ബ്ലോട്ട് ഔട്ട് ചെയ്യുകയാണ്. യെസ്, നിനക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്തുകളെ, നിനക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്തുകളെ സ്വർഗം മായ്ച്ചു കളയുകയാണ്. പ്രമോഷ്യ Calponia, Roconia, Pramashikatol, Bartania, Rasminia, Lacasia, Ramjunia, Ratania, Prabanjalium, Punajam, Prabartania, Aconia, Pramashikatolia. Every handwriting of the ordinances
every handwriting of the ordinances. ഒരു ചെറിയ തിരക്കഥയോ സ്ക്രിപ്റ്റോ മാത്രമല്ല, വിശുദ്ധ പൗലോസ് പറയുകയാണ്, വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്ത്. അതിന്റെ മൂലഭാഷയിൽ ഇതര പരിഭാഷകളിലും ഇങ്ങനെയാണ് പറയുന്നത്, the handwriting of the ordinance എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ മന്ത്രിസഭ കൂടി അധികാര സഭ കൂടി എഴുതി തയ്യാറാക്കിയ അംഗീകരിക്കപ്പെട്ട ഒരു ഓർഡിനൻസ് സ്വർഗാദി സ്വർഗത്തിൽ നിന്ന് ഭൂമിയുടെ പരപ്പിലേക്ക് ഇറങ്ങി വന്ന് മുൾക്കിരീടം ചൂടി മൂന്നാണിമേൽ മരക്കുരിശിന്മേൽ അവൻ തൂങ്ങുമ്പോൾ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിനകത്ത് നിനക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്ത് മായ്ക്കപ്പെടുകയായിരുന്നു. ഇന്ന് പകൽക്കാല ആമേൻ, apply the blood of Christ over all the thoughts against you, over all the writings against you, over all the ordinance against you. നിനക്കെതിരായി എഴുതപ്പെട്ട ഓർഡിനൻസുകളുടെ മേൽ യേശുവിന്റെ രക്തത്തിൽ ജയം. നിനക്കെതിരായി എഴുതപ്പെട്ട സ്ക്രിപ്റ്റുകളുടെ മേൽ യേശുവിന്റെ രക്തത്തിൽ ജയം. നിനക്കെതിരായ മനുഷ്യരുടെ വിചാരങ്ങൾക്ക് മേൽ യേശുവിൻ രക്തത്തിൽ ജയം. യേശുവിൻ രക്തത്തിൽ, യേശുവിൻ രക്തത്തിൽ. Victory in the blood of Jesus. Victory in the blood of Jesus. Victory in the blood of Jesus. ശബ്ദമുയർത്തി, victory in the blood of Jesus. എന്നിട്ട് പറയുകയാണ്, ചിലർ ചിന്തിക്കുന്നത് പോലെ കർത്താവ് താമസിക്കുന്നതല്ല. പകരം കർത്താവ് പറയുകയാണ്, അവൻ മാനസാന്തരപ്പെടുവോ എന്ന് നോക്കി ദൈവം എന്ത് ചെയ്യുകയാണ്? ഒന്ന് ദീർഘക്ഷമ കാണിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ അതിനെ വ്യക്തിപരമായ ദൂതായി കൈമാറുന്നു. നിനക്കെതിരെ നിൽക്കുന്ന അവനെ ദൈവം ഒരവസരം കൂടെ കൊടുക്കുകയാണ്. ദൈവം ഒരവസരം കൂടെ കൊടുക്കുകയാണ്. അമേൻ. അവനൊന്ന് മാനസാന്തരപ്പെടട്ടെ, അവനൊന്ന് മാനസാന്തരപ്പെടട്ടെ. ആഭിചാരം ചെയ്ത് കൈവഴിഞ്ഞിട്ടും ദൈവം ഇങ്ങനെ ഇരിക്കുക. അവനൊന്ന് മാനസാന്തരപ്പെടുവോ എന്ന് നോക്കാം. നിനക്കെതിരെ പരദൂഷണം പറയാമെന്ന് എൻ്റെ മാക്സിമം പറഞ്ഞിട്ടോ അവൻ്റെ തൊണ്ടയ്ക്ക് കത്തിവെക്കാതെ ദൈവം കാത്തു നിൽക്കുകയാണ്. അവനൊന്ന് മാനസാന്തരപ്പെടുമോ എന്ന് നോക്കാം. നിനക്കെതിരെ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തിട്ടോ തമ്പുരാനൊന്ന് പിടിച്ച് നിൽക്കുകയാ. അവനൊന്ന് മാനസാന്തരപ്പെടുമോ എന്ന് നോക്കാം. കാരണം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകല്ലെന്നല്ലേ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് ചിലതിൽ ദൈവമൊന്ന്, ചിലതിൽ ദൈവമൊന്ന്, ചിലതിൽ ദൈവമൊന്ന്. അമേൻ, അമേൻ, അമേൻ. ഒന്ന് മൗനമായിട്ട്, ഒന്ന് മൗനമായിട്ടിരിക്കുകയാ. ഒന്ന് അമേൻ. കർത്താവ് അത് അമേൻ, അത് ഇങ്ങനെയാണ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ. ദൈവം ഉദാസീനനായിരിക്കുകയല്ല, ദൈവം ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാ. ആമേൻ. നിന്റെ ചില വിഷയങ്ങളിൽ ലോകം താമസമെന്ന് പറയുമ്പോൾ ദൈവം ഉദാസീനനായിട്ടല്ല, ദൈവം ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ദൈവം തന്നെ തന്നെ അടക്കി നിർത്തുകയാണ്. ദൈവം തന്നെ തന്നെ അടക്കി നിർത്തുകയാണ്. ലോങ് സഫറിങ് അമേൻ എന്ന് പറഞ്ഞാൽ തന്നെത്താൻ അടക്കി നിർത്തുക. അമേൻ. നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ കാലേന്ന് സ്പ്രിങ് കയറി വന്നിട്ട് നമ്മൾ പിടിച്ചു നിന്നിട്ടില്ലേ? അതുപോലെ ദൈവം ഒന്ന് അടങ്ങി നിൽക്കുകയാ. ഉദാസീനനായിട്ടല്ല, അമേൻ, മടുത്തുപോയിട്ടല്ല, കഴിവില്ലഞ്ഞിട്ടല്ല, ദൈവം തന്നെത്താൻ ഒന്ന് അടക്കി വെച്ചിരിക്കുകയാ. ഇന്ന് പകൽക്കാല മടകെട്ടി നിർത്തിയ ഒരു വെള്ളം പാച്ചല് പാഞ്ഞു വരുന്നത് പോലെ, കാട്ടുതീ ആളിക്കത്തുന്നത് പോലെ നിനക്ക് വേണ്ടിയുള്ള ദൈവപ്രവർത്തികൾ വെളിപ്പെടോ. അവര് ചിന്തിക്കുന്നത് പോലെ, ഇവര് ചിന്തിക്കുന്നത് പോലെ ദൈവം നിന്നെ കൈവിട്ടതല്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല, ദൈവം നിന്റെ വിഷയത്തിൽ മൗനമായതല്ല. ആമേൻ, ആമേൻ. Get ready to receive the blessing. Get ready to receive the encounter. Get ready. Jesus. എന്തുകൊണ്ട് ഈ താമസം? എന്തുകൊണ്ട് ഈ താമസം? എന്തുകൊണ്ട് ഈ താമസം? ജീവിതത്തിൻ്റെ താമസം വരുമ്പോൾ മറ്റു ചിലർ പറയും, ദൈവം നിന്റെ വിഷയത്തിൽ മൈൻഡ് ചെയ്യുന്നില്ല. ആമേൻ. ഹി ഈസ് സ്ലാക്കിംഗ്. അവൻ എന്ത് ചെയ്യുകയാണ്? അവൻ നിന്റെ വിഷയത്തിൽ ഉദാസീനമായിരിക്കുകയാണ്. ആമേൻ. നീ കരുതുന്നുണ്ടായിരിക്കാം ദൈവം എന്നെ കൈവിട്ടതാണെന്ന്. ആമേൻ. ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഞാൻ പ്രാർത്ഥിക്കുന്നതൊന്നും കേൾക്കുന്നില്ലെന്ന്. വൈ ദീസ് ഡിലേസ്? എന്തുകൊണ്ട് ഈ താമസങ്ങൾ കർത്താവേ? എന്തുകൊണ്ട് ഈ താമസങ്ങൾ? ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു പ്രധാന പോയിന്റാണ് ആമേൻ, തടസ്സങ്ങളും താമസങ്ങളും മാറുമെന്നുള്ളത്. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ ഞാനിങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങളെ വെച്ച് രാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ ഭാഗത്തിൽ നിന്ന് ഇന്ന് പ്രസംഗിക്കുവാൻ ദൈവം എന്നോട് പറഞ്ഞു,
എന്തുകൊണ്ട് ഈ താമസങ്ങൾ? എന്തുകൊണ്ട് ഈ താമസങ്ങൾ? എൻ്റെ സഹോദരങ്ങളെ, താമസങ്ങൾ 3 കാരണങ്ങളാൽ ഉണ്ടാകാം. അതിനെ ഞാൻ ഇങ്ങനെ പറയും: സംതിങ്സ് ഡിവൈൻ ഡിലേ, സംതിങ്സ് ഡിമോണിക് ഡിലേ, സംതിങ് ഹ്യൂമൻ ഡിലേ. 1 ദൈവികമായ താമസങ്ങൾ, 2 പൈശാചികമായ താമസങ്ങൾ, 3 മാനുഷികമായ നമ്മളുടെ കാരണം കൊണ്ടുള്ള താമസങ്ങൾ. ആമേൻ. ഇന്ന് പകൽ ദൈവമക്കൾ തിരിച്ചറിയണം, എല്ലാ താമസങ്ങളും പൈശാചികമല്ല. ചിലയിടങ്ങളിൽ ദൈവം നിന്നെ താമസിപ്പിക്കുന്നതിൻ്റെ പിമ്പിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 1 Samuel chapter 9 verse 27, 1 ശമൂവേൽ 9:27 കടന്നു വരുമ്പോൾ, പട്ടണത്തിൻ്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേലിനോട് ഭൃത്യൻ മുൻപേ കടന്നു പോകാൻ പറ. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ശമൂവേലിനെ കാണുന്നിടം വരെയും ആമേൻ ഭൃത്യനും ശൗലും ഒരുമിച്ച് നടക്കുകയാണ്. നിങ്ങളൊന്ന് കരുതി നോക്കിയേ, ഒരു യജമാനനും ദാസനും കൂടെ നടന്നാൽ ആരായിരിക്കും മുമ്പിൽ നടക്കുന്നത്? യജമാനൻ മുമ്പിൽ നടക്കും, ദാസൻ പുറകിൽ നടക്കും. ആമേൻ. ശമൂവേലിൻ്റെ അടുക്കൽ വരുന്നിടം വരെയോ ആമേൻ ശൗല് മുമ്പിലോ ദാസൻ ഭൃത്യൻ പുറകിലുമായിരുന്നു. പക്ഷെ ശമൂവേലിൻ്റെ അടുക്കൽ നിന്നിറങ്ങി പട്ടണത്തിൻ്റെ അറ്റത്തെത്തിയപ്പോൾ പറഞ്ഞു, ശൗലേ, നിനക്ക് പിമ്പിൽ നടന്നവർ പലരും എന്തായി തീരട്ടെ? നിനക്ക് മുമ്പിലായി തീരട്ടെ. ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക പോയിന്റിൽ വെച്ച് ദൈവം നിന്നെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിച്ചോ. നിന്റെ പുറകിൽ നിന്നവരെല്ലാം എന്ത് ചെയ്തോ? നിന്റെ കണ്ണിൻ്റെ മുന്നിൽ കയറി പോകുന്നത് നീ കണ്ടോ? ആമേൻ. നീ സൈഡ് ഒതുക്കി വണ്ടി നിർത്തിയപ്പോൾ ആമേൻ പുറകിൽ കിടന്നവർ പലരും ലാപ്പ് നിന്റെ മുമ്പിൽ കയറി പോകുന്നത് നീ കണ്ടോ? എന്നാൽ ശമൂവേൽ ശൗലിന്റെ അടുക്കൽ വിളിച്ചു പറയുകയാണ്, ഭൃത്യൻ മുൻപോട്ട് പൊക്കോട്ടെ, അവൻ വേഗതയിൽ സ്പീഡിൽ അവൻ മുമ്പോട്ട് പൊക്കോട്ടെ. കാരണം എനിക്ക് അവനോട് പറയാൻ പ്രത്യേകിച്ച് അരുളപ്പാടൊന്നുമില്ല, എനിക്ക് അവനോട് പറയാൻ പ്രത്യേകിച്ച് ദൂതൊന്നുമില്ല, എനിക്ക് അവനെ ഏൽപ്പിക്കാൻ നിയോഗമൊന്നുമില്ല. ഇന്ന് പകൽ നീ അറിയണം, നിന്റെ ജീവിതത്തിൽ മാത്രം നിന്റെ പുറകെ വന്നവർ വരെ 110 കയറിപ്പോയപ്പോ നിന്നെ മാത്രം ഓരം കെട്ടി നിർത്തിയതിന്റെ അകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നോട് ചിലത് പറയാനും, ദൈവത്തിന് നിന്നോട് ചിലത് പറയാൻ ശമൂവേൽ ശൗലിന്റെ അടുക്കൽ പറയുക, അമ്മേ നീ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം, നിനക്കൊരു ഡിലേ വരികയാണ്. ശൗൽ, നിനക്കൊരു ഡിലേ വരികയാണ്. വചന ദൃശ്യമായി നിന്റെ കണ്ണുകൾ കൊണ്ട് ഒന്ന് കാണുവാൻ തക്കവണ്ണം, വാട്ട് ഈസ് റിട്ടൺ ഇൻ ദ വേൾഡ്, ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നിവർത്തീകരിക്കപ്പെടുന്നതൊന്ന് കാണുവാൻ തക്കവണ്ണം ഹോളി സ്പിരിറ്റ് നീ ഒന്ന് നിൽക്ക. ആമേൻ. നിന്ന ശൗലിനെ ആമേൻ 10-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്ന ശൗലിനോട് ശമൂവേൽ അരുളപ്പാട് അറിയിക്കുന്നതിനപ്പുറം ഒരു കാര്യം ചെയ്തോ. 10-ാം അധ്യായം 1-ാം വാക്യം, അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്തവന്റെ തലയിൽ ഒഴിച്ചു, അവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ക്യാപ്റ്റൻ ഓവർ ഹിസ് ഇൻഹെറിറ്റൻസ്, ലാർഥെമനിയ ലക്കോർസിയ പരിശുദ്ധാത്മാവിന്റെ അതിപ്രസരം ഇതിനകത്ത് ചിലരുടെ മേൽ വ്യാപരിക്കുന്ന മിനിറ്റുകളിലേക്ക് സഭ കയറാൻ പോവുകയാണ്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആമേൻ, 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 ആമേൻ. 3 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഒന്ന്, ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ചു. ഭൃത്യനും ശൗലും ഒരുമിച്ചിരുന്ന് കൈക്കുറക് തിന്നു. ഭൃത്യനും ശൗലും ഒരുമിച്ച് കിടന്നുറങ്ങി. പക്ഷേ ആ അഭിഷേകത്തിന്റെ തൈലം വീണത് ശൗലിന്റെ മുകളിൽ മാത്രമാണ്. ആമേൻ, ആമേൻ. ഭൃത്യന് ഭൗമിക നന്മ കൊടുത്തു വിടുമ്പോൾ, ഭൃത്യന് ലാൻഡും പ്രോപ്പർട്ടിയോ, ഭൃത്യന് ആമേൻ, ആമേൻ, ആമേൻ ഫിസിക്കൽ വെൽനെസ് മാത്രം കൊടുത്തു വിടുമ്പോൾ, ആമേൻ ശൗലിന്റെ മേലൊരു നിയോഗം കൈമാറാനുണ്ടായിരുന്നു. ഓ, നീ ഒരു ഫിനാൻഷ്യലി ബ്ലെസ്ഡ് എന്നുള്ള, നീ ഒരു ആമേൻ മെറ്റീരിയലി ബ്ലെസ്ഡ് എന്നുള്ള അവസ്ഥയിൽ ഒതുങ്ങാനാണെങ്കിൽ എന്നെ ദൈവം നിനക്കത് തന്നുവിട്ടേനെ. പക്ഷെ അതിനപ്പുറം ഒരു സ്പിരിച്വൽ ആമേൻ, ഒരു ആത്മീയ നിയോഗം നിന്റെ മേളിൽ. ജീസസ്, ജീസസ്, ജീസസ്,
ശൗലിന്റെ മേൽ അവൻ അഭിഷേകത്തിന്റെ തൈലമൊഴിച്ചു. എന്നിട്ട് ശമൂവേൽ അവനെ എന്ത് ചെയ്തെന്നറിയാമോ? കേറി ചുംബിച്ചു. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ആമേൻ, ചിലരെ നിന്റെ മുമ്പിൽ കടത്തിവിട്ടത്, ആമേൻ, ഒരു പ്രവാചകനെ നിന്നെ ചുംബിക്കാനുണ്ട്. ആമേൻ. നിനക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ചില ആത്മീയ കണക്ഷനുകൾ. ആമേൻ. ശൗലിനെ ഒരു പ്രവാചകനാണ് ചുംബിച്ചതെങ്കിൽ പുതിയ നിയമ ദൈവ പൈതലേ, വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രൻ നിന്നെ ചുംബിക്കേണ്ടതിന്, ദൂതന്മാർ നിനക്ക് കൈതരേണ്ടതിന് ഇന്ന് പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു. നീ ചിലയിടത്ത് ചില നാളുകളായി ഡിലേ ചെയ്ത് കിടന്ന ഇടത്ത് ഒരു ദൂതൻ, ഒരു ദൈവ സാന്നിധ്യം, yes, right now is touching you. Some spiritual embrace, some spiritual hug, some spiritual kisses. Atanara. Oh, Saitari. ഒരു ജഡ ശരീരമല്ല, ആത്മാവിൽ കർത്താവ് ചിലരെ ചുംബിക്കാൻ പോകുന്നു. പുത്രൻ ചിലരെ ചുംബിക്കുന്നു, ദൂതൻ ചിലരെ തൊടുന്നു. ജീസസ്. എന്നിട്ട് മൂന്നാമതൊരു വെളിപ്പാട് പറയുക അദ്ദേഹം. ആമേൻ. ഞാൻ നിന്റെ ഭൃത്യന്റെ പുറകിൽ നിന്നെ ആക്കി, നിന്റെ ഭൃത്യനെ നിന്റെ മുമ്പിൽ കയറ്റിവിട്ടിട്ട് നിന്നെ നിന്റെ ഭൃത്യന്റെ പുറകിലാക്കി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ടു ബി ക്യാപ്റ്റൻ ഓവർ ഹിസ് ഇൻഹെറിറ്റൻസ്. ആമേൻ. ഇസ്രായേലിന്റെ ക്യാപ്റ്റൻ ആക്കാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൃത്യന്റെ പുറകിൽ നിന്നെ നിർത്തിയത് എന്തിനാണെന്നറിയാമോ? നാളെ ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ മുഴുവനും മുമ്പിൽ നിന്നെ നിർത്താൻ. Dinarama satara jara thana 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 rathama katana mahasateri ekelebeketuri mahasateri prabashateri. ഇന്ന് പകൽ ചില യൗവനക്കാരോട് പരിശുദ്ധാത്മാവ് തൂത് പറയുന്നു, നിന്നെ ചിലരുടെ പുറകിൽ നിർത്തിയത് നിന്നെ ഒരു സൈന്യത്തിന്റെ മുമ്പിൽ നിർത്താനോ. പരിശുദ്ധാത്മാവിനെ തൊടുന്നു, പരിശുദ്ധാത്മാവിനെ തൊടുന്നു. Yes, yes. Oh la ba 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 ba. Brava shara thala thala pravasi rakulia prabar karbikatan pribash nahas. Ho ho ti. Hey re 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 re. ഒരു മനുഷ്യന്റെ പുറകിൽ നിന്നെ നിർത്തിയത് ഒരു രാജ്യത്തിന്റെ മുമ്പിൽ നിർത്താനാ. ഒരു മനുഷ്യന്റെ പുറകിൽ നിർത്തിയത് ഒരു സൈന്യത്തിന്റെ മുമ്പിൽ നിർത്താനാ. ഒരു പൊട്ടന്റെ പുറകിൽ നിന്നെ കൊണ്ട് നിർത്തിയത് തന്റെ അവകാശത്തിന്റെ മുൻപിൽ നിന്നെ നിർത്താനാ. ലോറോ 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 സബാരി. ഹേ ഹരമഹസതാരി. ഞാൻ എൻ്റെ സാധാരണ ഭാഷയിൽ ഇങ്ങനെ പറയാ, ചില പൊട്ടന്മാരുടെ പുറകിൽ പോലും ദൈവം നിന്നെ കൊണ്ട് നിർത്തി. നീ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ചില പൊട്ടന്മാർ നിന്റെ മുമ്പിൽ കയറി നിന്നോ. എന്താ കർത്താവേ, ഞാൻ ഇത്ര ഗതികെട്ടവനാണോ എന്ന് നീ ചോദിച്ചോ. യെസ്, ഇന്ന് പകൽ നീ അറിയണം, ചില പൊട്ടന്റെ പുറകിൽ പോലും ദൈവം നിന്നെ കൊണ്ട് നിർത്തിയത്. അനർഹമായ ചിലര് പോലും നിന്റെ കണ്ണിന് മുമ്പിൽ പാസ് ചെയ്ത് കയറിപ്പോയത്. Amen. 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 Last birthday, you are going to be the captain over his inheritance. La barabara saprabarthania pramania kalmana ratunia karamana katyana masabarthani artuni managara prabash martenia lahara hadagasia. Jesus, 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 Jesus. ലഥാനിയ, നിന്റെ മേളിൽ ഒരു അഭിഷേകം വീഴും. നീ കുറെ കഴിയുമ്പോൾ നിന്റെ ഭൃത്യന്റെ മുമ്പിൽ കയറുമെന്നാണോ പറഞ്ഞത്? അല്ല,
ഭൃത്യൻ അവൻ്റെ വഴിക്ക് പോകട്ടെ. നിന്നെ ഓവർടേക്ക് ചെയ്തവരൊക്കെ അവൻ്റെ വഴിക്ക് പോകട്ടെ. നിന്റെ അവകാശങ്ങളെ പിടിച്ചെടുത്ത് മുകളിൽ കയറിയവരൊക്കെ അവരുടെ വഴിക്ക് പോകട്ടെ. നീ അത് വിട്. നിന്റെ മേളിൽ ഞാൻ ഇട്ടിരിക്കുന്നത്. ആമേൻ. You are anointed as the captain over his inheritance. ആമേൻ. ഒരു മനുഷ്യൻ നിന്നെ പുറകിലാക്കിയെങ്കിൽ ഞാൻ നിന്നെ ഒരു സൈന്യത്തിന്റെ മുമ്പിലാക്കോ. ഒരു മനുഷ്യൻ നിന്നെ പുറകിലാക്കിയെങ്കിൽ യെസ് ഞാൻ നിന്നെ ഒരു സൈന്യത്തിന്റെ മുമ്പിലാക്കോ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തീ പോലെ ചിലരുടെ മേൽ വീഴുന്നു. പരിശുദ്ധാത്മാവ് അഗ്നിയായി ചിലരുടെ മേൽ വീഴുന്നു. And the fire is touch. Ha ha ha. Rekenia. Yes, ദൈവത്തിന്റെ തേജസ് നിന്നെ ചുറ്റിമിന്നുന്നു. ദൈവത്തിന്റെ തേജസ് and the glory is compassing you and the fire is falling. Mahartani manasi pramonia kalmanangatari primonia haltenia regalakadiga smaram thanadi pramonia kalmasia pikana hasataredi. Holy Spirit, amen. നിന്നെ ചിലരുടെ പുറകിലാക്കിയത് നിന്നെ ഒരു സൈന്യത്തിൻ്റെ മുമ്പിലാക്കാനാണ്. ഈ ദൂതൻ്റെ അകത്തൊരു അഭിഷേകം തൊട്ടവർ മാത്രം കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ജീസസ് ജീസസ്. മനുഷ്യൻ മൊത്തം നോക്കിയിട്ട് ആശ്ചര്യപ്പെടുക, ഇവൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഈ താമസം, ഇവൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഈ താമസം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം ഒരു കുടുംബത്തെ പറയുകയാണ്. ആമേൻ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവത്തിൻ്റെ സകല കൽപ്പനകളിലും അവർ കുറ്റമില്ലാത്തവരുമായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ മാത്രം ഒരു ഡിലേ. ആമേൻ. ബാക്കി എല്ലാവർക്കും മക്കൾ ജനിച്ചു, ഇവർക്ക് മാത്രം എന്ത് ജനിക്കുന്നില്ല? മക്കൾ ജനിക്കുന്നില്ല. എല്ലാവരും യൂഷ്വലായി അനുഭവിക്കുന്ന നന്മ ഇവരുടെ ജീവിതത്തിൽ മാത്രം എന്താകുകയാണ്? ഡിലേ ആവുകയാണ്. എന്നിട്ട് ആമേൻ ഈ മനുഷ്യന് എല്ലാ പുരോഹിതന്മാർക്കും കൂറിൻ്റെ ആമേൻ നിയമപ്രകാരം ചീട്ട് വീണതുപോലെ ഈ മനുഷ്യനും ചീട്ട് വീണു. ഇങ്ങേരും ദൈവാലയത്തിൽ പോയി. ബാക്കി എല്ലാ പുരോഹിതന്മാരും ദൈവാലയത്തിൽ പോയി കൃത്യസമയത്ത് ശുശ്രൂഷ നിർവഹിച്ചു വരുമ്പോൾ ഈ ഒരു മനുഷ്യൻ മാത്രം ആലയത്തിൽ ചെന്നിട്ട് ശുശ്രൂഷയ്ക്കകത്ത് ചെന്നപ്പോൾ ശുശ്രൂഷയ്ക്കകത്ത് എന്താ താമസം? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. ലൂക്കോസ് 1:21. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ജനം സെഖറിയാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ he tarried in the temple എന്നല്ല എഴുതിയിരിക്കുന്നത്. he tarried so long in the temple. ആമേൻ. കുടുംബജീവിതത്തിൽ താമസം, തൊഴിലിൽ താമസം, എല്ലാം കഴിഞ്ഞിട്ട് സ്തോത്ര മന്ദിരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ശുശ്രൂഷയിൽ കയറിയപ്പോൾ ശുശ്രൂഷയിലും എന്താ താമസം. ആമേൻ 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 ആമേൻ. ഇന്ന് വരെ ആര് ശുശ്രൂഷയിൽ ഇത്ര സ്ട്രഗിൾ ചെയ്തില്ല, ഇന്ന് വരെ ആര് ശുശ്രൂഷയിൽ ഇത്ര ഡിലേ ആയില്ല. പക്ഷേ സെഖറിയാവ് ശുശ്രൂഷയിലും ഡിലേ ആയി. എന്താ സെഖറിയാവേ? ആമേൻ. കുടുംബജീവിതത്തിൽ ഡിലേ, പിള്ളേരുണ്ടാകുന്നത് ഡിലേ, എല്ലാറ്റിനകത്തും ഡിലേ. ഇപ്പൊ മന്ദിരത്തിൽ ചെന്നപ്പോൾ അവിടെയും ഭയങ്കര ഡിലേ. നിന്റെ കാര്യങ്ങളെല്ലാം ലേറ്റ് ആകുന്നത് എന്താ? വല്ല ശാപമാണോ? വല്ല ബന്ധനമാണോ? ആരാണ്ട് പ്രാഗിയതായിരിക്കും അല്ലേ സെഖറിയാവേ? സെഖറിയാവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞോ, പ്രാഗിയതല്ല, ശാപമല്ല, പകരോ ഞാൻ ഒരുത്തനെ കണ്ടോ. ഇന്നലെ വരെ മന്ദിരത്തിൽ ഒരുത്തനും കണ്ടിട്ടില്ലാത്തവൻ, ഇന്നലെ വരെ മന്ദിരത്തിൽ ഒരുത്തനും അനുഭവിച്ചിട്ടില്ലാത്തത്, സംതിങ് സ്പെഷ്യൽ. ഹേരിയ ഹർത്തനിയ പ്രമാനിയ കൽമാനിയ പ്രമന ഘടക സിഗന്ധനാദിയ പ്രമാനിയ ഹർത്തനിയ. ജീസസ്.
ശരി ശരി ശരി, മന്ദിരത്തിൽ താമസിച്ചതിനൊക്കെ നിനക്ക് പറയാൻ ന്യായമുണ്ട്. നീ ദൂതനെ കണ്ടു, നീ വലിയ ഉണർവ് പ്രാപിച്ചു, അല്ല ശരി, സമ്മതിച്ചോ. പക്ഷേ നിനക്ക് മക്കളുണ്ടാകാതിരുന്നതിന് നീ എന്തോ ന്യായം പറയുക? അതിൻ്റെ ന്യായം സക്കറിയാവ് പ്രവചനത്തിൽ പൂർണ്ണമായി പറഞ്ഞില്ല. അതിൻ്റെ മറുപടി യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, സ്ത്രീ പ്രസവിച്ചവരിൽ വെച്ച് ഏറ്റവും വലിയവൻ ആരാണെന്നറിയാമോ? ആമേൻ. എലിസബത്തിന് സക്കറിയാവിന് ഒത്തിരി ലേറ്റായെന്ന് നാട്ടുകാർ പറഞ്ഞില്ല. ലേറ്റ് ആയത് എന്തിനാണെന്നറിയാമോ? ആമേൻ. എല്ലാവരും പെട്ടെന്ന് പ്രസവിച്ചപ്പോൾ, എല്ലാവർക്കും പെട്ടെന്ന് കാര്യം നടന്നപ്പോൾ, അവരൊക്കെ പെട്ടെന്ന് നടത്തിയതിൽ ഏറ്റവും വലിയതൊന്ന്, ഏറ്റവും ഭയങ്കരമൊന്ന്, ഏറ്റവും ശ്രേഷ്ഠമായതൊന്ന്, Holy Spirit, Holy Spirit, Holy Spirit, and the power is falling upon you, and the glory is compassing you. And thank Lord for all the delays. Oh la ramahasatari lakana mahatani amarakasiya prolomohosutoria prabashmartani helakatartani pramokolosiante jamarthani. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഒരുത്തൻ്റെ താമസത്തെക്കുറിച്ച് പറഞ്ഞ പുറപ്പാട് പുസ്തകം. ആമേൻ. 32-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: മോശെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുകയാണ്. And Moses delayed to come down out of the mount. ആമേൻ. ചില പർവ്വതത്തിൽ നിന്ന് മോശെ ഇറങ്ങി വരാൻ താമസിക്കുന്നു. മോശേ, നീ എന്താ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നത്? മോശെ എന്താ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നത്? പുകയും തീയും ആമേൻ ആമേൻ ആവിയും നിറഞ്ഞു നിൽക്കുന്നതായ ആ ഇരുണ്ട പർവ്വതത്തിനകത്തു നിന്ന് എന്താ മോശെ നീ ഇറങ്ങി വരാൻ താമസിക്കുന്നത്? എന്താ മോശെ നീ ഇറങ്ങി വരാൻ താമസിക്കുന്നത്? ആമേൻ. മോശ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇറങ്ങി വന്നപ്പോൾ മോശയുടെ 2 കയ്യിലോ ഓരോ പലക ഇരിപ്പുണ്ടായിരുന്നു. ജനം അറിഞ്ഞോ മോശ താമസിച്ചതിൻ്റെ കാരണം? ദൈവം മോശയെ വെറും കൈയായി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചില ഇടങ്ങളിൽ താമസിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ വെറും കൈയായി വിടത്തില്ല. നിന്റെ ഉപവാസത്തിൽ നീ വളരെ താമസിക്കുന്നുവെങ്കിൽ, നിന്റെ പ്രാർത്ഥനാ സമയങ്ങളിൽ നീ വളരെ താമസിക്കുന്നുവെങ്കിൽ, നീ വെറും കൈയായി മടങ്ങി വരത്തില്ല. നീ വെറും കൈയായി മടങ്ങി വരത്തില്ല. അവൻ കല്ലിൽ കൈവച്ച് കൊത്തുകയാണ്. നിനക്ക് വേണ്ടി ഒരു കല്ലാശാരിയായി അവൻ ഇറങ്ങി വന്ന് അവൻ നിനക്ക് വേണ്ടി ചിലത് കൊത്തുകയാണ്. മോശേ, എന്താ ഒത്തിരി ഡിലേ ആയിപ്പോയല്ലോ? മോശ പറയും, ഞാനിവിടെ ഇരുന്നതേ എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് മിണ്ടിയും പറഞ്ഞു ഇരിക്കുമായിരുന്നെന്നല്ല താൻ പറയുന്നത്. പകരം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് കൊത്തുകയായിരുന്നു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് എഴുതുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. ആമേൻ. നീ വളരെ താമസിക്കുന്നുണ്ടോ? നീ വളരെ താമസിക്കുന്നെങ്കിൽ സ്വർഗം കല്ലിന്മേൽ ചിലത് ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതുകയാണ്. ആമേൻ. പേപ്പറിൽ പെട്ടെന്ന് എഴുതിത്തരാം കേട്ടോ, പേപ്പറിൽ പെട്ടെന്ന് എഴുതിത്തരാം. നമ്മളൊക്കെ ഈ പെട്രോൾ പമ്പിലും ആമേൻ അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ ആമേൻ നമ്മൾ ബില്ല് അടിക്കുന്ന ഉടനെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു റെസിപ്റ്റ് ഇങ്ങനെ പൊങ്ങിക്കേറി വരാം. പക്ഷെങ്കിൽ വീട്ടിലെത്തുന്നതിന് മുമ്പേ അത് എന്ത് ചെയ്യുമെന്നറിയാമോ? മാഞ്ഞു പോകും. അതുകൊണ്ട് ടാക്സിനകത്തൊക്കെ ബില്ല് കൊടുക്കേണ്ടിയവരാണെങ്കിൽ പെട്രോൾ അടിക്കുമ്പം പറയാം, ഞങ്ങൾക്ക് ഇലക്ട്രോണിക് ബില്ല് വേണ്ട, പകരം എന്ത് വേണം? ഞങ്ങൾക്ക് എഴുതി തരണമെന്ന് പറയാം. ആമേൻ. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചില പെട്ടെന്ന് കിട്ടുന്ന എഴുത്തുകൾ ആമേൻ വേഗത്തിൽ മാഞ്ഞു പോകുമ്പോൾ, ചില താമസിച്ച് ദൈവം കല്ലിന്മേൽ ഇരുമ്പ് കൊണ്ട് എഴുതി തരുന്നത് ചരിത്രത്തിന് മായ്ക്കാൻ കഴിയാഞ്ഞിട്ടാണ്. ഇന്ന് പകൽക്കാല നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു, സഹസ്രാബ്ദങ്ങൾ എത്ര കഴിഞ്ഞോ? മോശെ, ഇന്നും ആരെങ്കിലും മായ്ച്ചു കളഞ്ഞോ? അത് ഇല്ല. ആ കല്ലിന്ന് കാണാനില്ല. പക്ഷെങ്കിൽ അതിലെ എഴുത്തുകൾ ഇന്നോ മായാതെ നിൽക്കുന്നുവെങ്കിൽ നീ തിരിച്ചറിയണോ, ചില ഡിലേകൾ ആമേൻ 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 എറൈസ് ചെയ്ത് കളയാൻ കഴിയാതെ വണ്ണം ചിലത് ദൈവം എഴുതുകയാണ്. ജീസസ്. ദൈവത്തിൻ്റെ നടത്തിപ്പിനകത്ത് ചില ഡിലേകളുണ്ട്. ദൈവത്തിൻ്റെ നടത്തിപ്പിനകത്ത് ചില ഡിലേകളുണ്ട്. ഞാനൊന്ന് പറയാം, തന്നിഷ്ടത്തിൽ പോകുന്നവന് എത്ര ദൂരം വേണേലും പോകാം. പക്ഷേ ദൈവ ഇഷ്ടത്തിൽ പോകുന്നവൻ ഒത്തിരി അടുത്ത്
അവൻ തങ്ങേണ്ടി വരും. പക്ഷെ തന്നിഷ്ടത്തിൽ പോകുന്നവൻ വാഗ്ദത്തത്തിലെത്തത്തില്ല. ദൈവേഷ്ടത്തിൽ പോകുന്നവനെ വാഗ്ദത്തത്തിലെത്തത്തുള്ളൂ. സംഖ്യാപുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഇങ്ങനെയാണ്. നമ്പേഴ്സ് ചാപ്റ്റർ 9 and verse 18. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയുടെ കൽപ്പന പോലെ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുകയാണ്. യഹോവയുടെ കൽപ്പന പോലെ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുകയാണ്. യഹോവയുടെ കൽപ്പന പോലെ ഇസ്രായേൽ മക്കൾ പാളയം ഇറങ്ങുകയും ചെയ്തു. ആമേൻ. മേഘം തിരുനിവാസത്തിന്മേൽ നിൽക്കുമ്പോൾ ഒക്കെയും അവർ പാളയം അടിച്ച് താമസിക്കുക. കൽപ്പന പോലെ പുറപ്പെടുന്നവൻ, കൽപ്പന പോലെ ഇറങ്ങുന്നവൻ, കൽപ്പന പോലെ പുറപ്പെടുന്നവൻ, കൽപ്പന പോലെ ഇറങ്ങുന്നവൻ, അവൻ്റെ ജീവിതത്തിൽ ചില സ്റ്റാഗ്നൻസികൾ, അവൻ്റെ ജീവിതത്തിൽ ചില ഡിലേകളുണ്ട്. അവൻ തന്നിഷ്ടത്തിൽ പോകുന്നവർക്ക് ഒരു ഡിലേയുമില്ല, പക്ഷെ ദൈവേഷ്ടത്തിൽ പോകുന്നവർക്ക് ഡിലേകളുണ്ട്. ഇന്ന് പകൽക്കാല ജീവിതത്തിൻ്റെ ഡിലേകൾ നിന്നോട് പറയുകയാണ്, യു ആർ അണ്ടർ ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. യു ആർ അണ്ടർ the perfect will of God. ദൈവഹിതത്തിന്റെ മാധുര്യം അനുഭവിക്കുന്നവർ ഒരു നിമിഷം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ജീസസ്, ജീസസ്, ജീസസ്. ദൈവം നിന്റെ കൂടില്ലാഞ്ഞിട്ടാണോ താമസം? അല്ല, മേഘം തിരുനിവാസത്തിന്മേൽ നിൽക്കുന്നത് കൊണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവ സാന്നിധ്യമില്ലാത്തവൻ 110 പോകുമ്പോൾ നിന്റെ മേൽ നിൽക്കുന്ന ദൈവ സാന്നിധ്യം പലയിടങ്ങളിലും നിന്നെ പിടിച്ചു നിർത്തും. സാന്നിധ്യത്തെ സ്നേഹിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഹബക്കൂക്ക് ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുക. കർത്താവേ, ഞാൻ എത്രത്തോളം അയ്യം വിളിക്കും? എത്രത്തോളം ഞാൻ നിലവിളിക്കും? നീ കേൾക്കുന്നുമില്ല, നീ പ്രവർത്തിക്കുന്നുമില്ല. 1-ാം അധ്യായത്തിൽ ചോദിക്കുക, ഹൗ ലോങ്? എത്ര നാൾ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം? എത്ര നാൾ ഞാനിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കണം? നീ കേൾക്കുന്നുമില്ല, നീ പ്രവർത്തിക്കുന്നുമില്ല. പക്ഷെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞു, ഹബക്കൂക്ക്, നീ ഇങ്ങനെ നിലവിളിച്ച് എത്ര നാളാണെന്നൊന്നും ചോർത്ത് സങ്കടപ്പെടണ്ട. ഞാൻ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. There is an appointed time. There is an appointed time. ആമേൻ. നീ ഒരു ഡിലേയിലല്ല, നീ ഒരു അപ്പോയിൻറ്റഡ് ടൈമിലാണ്. ആമേൻ. നീ എവിടെയും ലേറ്റ് ആവുകയല്ല, നീ അപ്പോയിൻറ്റഡ് ടൈമിലാണ്. ഇന്ന് പകൽ പറഞ്ഞേ, ഞാൻ താമസിക്കുകയല്ല, ഞാൻ ദൈവത്തിൻ്റെ സമയത്തിനകത്താണ്. വായി തുറന്ന് പറഞ്ഞേ, ഞാൻ താമസിക്കുകയല്ല, ഞാൻ ദൈവത്തിൻ്റെ സമയത്തിനകത്താണ്. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ, നമ്മൾ താമസിക്കുകയല്ല, നമ്മൾ ദൈവത്തിൻ്റെ സമയത്തിനകത്താണ്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ അത് അപ്പോയിൻറ്റഡ് ടൈമാണ്, അത് താമസിക്കത്തില്ല. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം വേഗതയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം മുൻപാകെ നാം വേഗതയുള്ളവരായിരിക്കണം. ഞാൻ 2-3 ഭാഗങ്ങളെ പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. ദൈവം കൃത്യസമയത്ത് പ്രവർത്തിക്കും. ആകയാൽ നമ്മളും എന്തുള്ളവരായിരിക്കണം? സമയക്ലിപ്തതയുള്ളവരായിരിക്കണം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കേണ്ട, ഞാൻ പറഞ്ഞു പോകാം. പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ അവർ പ്രെയർ ടൈമിന് എന്ത് നൽകി? അവർ പ്രെയർ ടൈമിന് എന്ത് നൽകി? ക്ലിപ്തത നൽകി. ആമേൻ. അവിടെ അവരുടെ കണ്ണിനകത്തുനിന്ന് പോലും എന്ത് സംഭവിച്ചെന്നറിയാമോ? കൃപ വ്യാപരിക്കാൻ തുടങ്ങി. അവിടെ അവരുടെ സ്പർശനത്തിൽ പോലും കൃപ വ്യാപരിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വരാൻ, പ്രാർത്ഥനയ്ക്ക് വരാൻ, ആരാധനയ്ക്ക് വരാൻ, ആമേൻ, മുഖ്യത്വം ടൈം കീപ്പിംഗ് ഉള്ള ഒരു മനുഷ്യന് ദൈവം സമയത്ത് പ്രവർത്തിക്കും. ആമേൻ. ഇന്ന് പകൽക്കാലം ആരാധന തുടങ്ങുന്നതിന് മുൻപേ ഞാൻ ഇതിനകത്ത് കയറി ഞാൻ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ടാണ് ആമേൻ ഇന്ന് ഈ ആരാധനയിലേക്ക് ഞാൻ കണക്റ്റ് ആയതെന്ന് പറയാൻ കഴിയുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അവിടെ ഇങ്ങനെ ഞാൻ 3-4 വാക്യങ്ങളെ പറഞ്ഞു. പ്രധാന ഭാഗത്തിലേക്ക് കയറാം. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്കാം.
വേഗത്തിൽ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നേർന്നതിനെ വേഗത്തിൽ ചെയ്യണം. ആമേൻ. ദൈവത്തോട് പറഞ്ഞ വാക്കുകളെ വേഗത്തിൽ ചെയ്യണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം, ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ്, അപ്പോസ്തല പ്രവൃത്തി 22:16. ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക. ആമേൻ. നോക്കട്ടെ, ഒത്തുവരുമ്പോൾ സ്നാനപ്പെടാം, എല്ലാം ശരിയാകുമ്പോൾ സ്നാനപ്പെടാം, കുടുംബത്തിലെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് സ്നാനപ്പെടാം, അയൽവക്കക്കാരെയും കൂടെ കൂട്ടി സ്നാനപ്പെടാം. നോ, ഇനി താമസിക്കുന്നതെന്ത്? എഴുന്നേൽക്ക്, നിന്റെ പ്രാർത്ഥന ആരംഭിക്ക്, നീ സ്നാനമേൽക്ക്, പാപങ്ങളെ കഴുകിക്കളക. കർത്താവിൻ വിശുദ്ധിക്ക് വേണ്ടി നീ താമസിക്കരുത്. ആമേൻ. അടുത്ത മാസം തുടങ്ങി വിശുദ്ധമായി ജീവിക്കണം. നോ, ആമേൻ. വിശുദ്ധിക്ക് വേണ്ടി നീ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി താമസിക്കരുത്. ഗെറ്റ് റെഡി ടു ബി എ സാങ്ക്ടിഫൈഡ് ലൈഫ്. നീ സ്നാനമേൽക്കാൻ, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ താമസിക്കരുത്. പെട്ടെന്ന് നീ അത് ചെയ്യുക. പ്രാർത്ഥിക്കാൻ അടുത്ത ആഴ്ച തുടങ്ങി പ്രാർത്ഥിക്കണം. നോ, അല്ല. നിന്റെ പ്രാർത്ഥനാ ജീവിതം, നിന്റെ അനുസരണം, നിന്റെ വിശുദ്ധ ജീവിതം, 3 കാര്യങ്ങളാണ് പറയുന്നത്. ആമേൻ. നിന്റെ പ്രാർത്ഥനാ ജീവിതം, നിന്റെ അനുസരണം, നിന്റെ വിശുദ്ധ ജീവിതം, ഇത് 3ഉം ഉടൻ ചെയ്യട്ടെ. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 16:33, അപ്പോസ്തല പ്രവൃത്തി 16:33 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ രാത്രിയിലെ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി. അടുത്ത ഭാഗം, താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റോ. ആമേൻ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, സ്നാനം പെട്ടെന്ന് ഏൽക്കേണ്ടതാണ്. ആമേൻ. സ്നാനം പെട്ടെന്ന് ഏൽക്കേണ്ടതാണ്. ആമേൻ. താമസിയാതെ സ്നാനമേറ്റോ, താമസിയാതെ സ്നാനമേറ്റോ. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ആമേൻ, ജീവിതത്തിൽ താമസങ്ങൾ ഉണ്ടാകരുത്. ജീവിതത്തിൽ ദൈവം ചില വാഗ്ദത്തങ്ങളെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, ദൈവം ചില കാര്യങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ, യാത്ര സഫലമായാൽ യജമാനൻ്റെ അടുക്കൽ പോകണം. അതുകൊണ്ടാണ് സെഖറിയാവിനെ കുറിച്ച് പറയുന്നു, അവൻ തൻ്റെ ശുശ്രൂഷാകാലം തികഞ്ഞോ വീട്ടിലേക്ക് പോയി. ഇന്ന് രാത്രികാല ഹൃദയത്തിൻ്റെ ആഴത്തിലെ ആമേൻ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, ആമേൻ, ഒറ്റ വാക്കിൽ പറയണോ, എനിക്ക് യേശുവിൻ്റെ അടുക്കൽ പോകണം, എൻ്റെ യാത്ര പൂർത്തീകരിക്കണം, എൻ്റെ യാത്ര സഫലമാക്കണം, എൻ്റെ ശുശ്രൂഷ തികയ്ക്കണം, എൻ്റെ ഓട്ടം തികയ്ക്കണം, എനിക്ക് യജമാനൻ്റെ അടുക്കൽ പോകണം. എന്നെ താമസിപ്പിക്കരുത്, എന്നെ താമസിപ്പിക്കരുത്. എനിക്ക് യജമാനൻ്റെ അടുക്കൽ പോകണം. എന്നെ താമസിപ്പിക്കരുത്. എൻ്റെ ശുശ്രൂഷ എനിക്ക് വേഗത്തിൽ തികയ്ക്കണം. എന്നെ താമസിപ്പിക്കരുത്. എൻ്റെ ഓട്ടം എനിക്ക് വേഗത്തിൽ തികയ്ക്കണം. എൻ്റെ യജമാനൻ്റെ അടുക്കൽ പോകണം. നീതിയുടെ കിരീടം, നീതിയുള്ള ന്യായാധിപതിയായ കർത്താവിങ്കിൽ നിന്ന് എനിക്ക് പ്രാപിക്കണം. എനിക്ക് എത്രയും വേഗം യേശുവിൻ്റെ അടുക്കൽ പോകണം. അതുകൊണ്ടാണ് ആത്മാവും സഭയും വിളിച്ചു പറയുന്നത്, ആമേൻ, കർത്താവായ യേശുവേ വേഗം വരണമേ. ഹൃദയം തുറന്ന് വിളിച്ചു പറഞ്ഞാട്ട്, ആമേൻ, കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ, കർത്താവായ യേശുവേ വേഗം വരണമേ. 39 വയസ്സുകാരനായ ഹിസ്കിയാവ് മരണത്തെ മുഖാമുഖം കണ്ട ദിവസത്തിൽ തിരിഞ്ഞു കിടന്ന് പ്രാർത്ഥിച്ചോ, ദൈവം 15 വർഷം കൂട്ടിക്കൊടുത്തോ. 54-ാമത്തെ വയസ്സിൽ ഹിസ്കിയാവ് ക്ലോസ്. പക്ഷെ ഇന്ന് 75 വയസ്സോ 85 വയസ്സായാൽ 39 വയസ്സുകാരൻ്റെ പ്രാർത്ഥന എടുത്ത് പ്രാർത്ഥിക്കോ, കർത്താവേ ഹിസ്കിയാവിൻ്റെ ആയുസ് നീട്ടിയതുപോലെ. ആമേൻ. ഹിസ്കിയാവിൻ്റെ ആയുസ് 39-ലാണ് നീട്ടിയത്. ആമേൻ. അത് 54 വരെ നീണ്ടതുമുള്ളൂ. ആകയാൽ ആയുസ്സിനെ കൊതിക്കുന്നതിനപ്പുറം നിത്യതയുടെ തേജസ്സിനെ കൊതിക്ക്. ഭൂമിയിലെ വാസത്തെ കാട്ടിലോ സ്വർഗത്തിലെ വാസത്തെ കൊതിക്ക്. ഐ വാണ്ട് ടു ബി വിത്ത് ക്രൈസ്റ്റ്. വിട്ടുപിരിഞ്ഞ് എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ അധികം കാംക്ഷയുണ്ട്. ആമേൻ. എന്ന് കാണാമിനി, എന്ന് കാണാമിനി എൻ്റെ മൽപ്രാണ നായകനെ, എന്ന് കാണാമിനി ലക്ഷോപലക്ഷങ്ങളിൽ സുന്ദരനായവനെ എനിക്ക് എന്ന് കാണാം. ഇന്ന് പകൽക്കാല വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, നമ്മുടെ അഭിലാഷത്തിൻ്റെ പൂർണ്ണത, നമ്മുടെ സ്വപ്നത്തിൻ്റെ പൂർണ്ണത, നമ്മുടെ പ്രത്യാശയുടെ പൂർണ്ണത, നമ്മുടെ വിശ്വാസത്തിൻ്റെ സാഫല്യം എന്നുള്ളത് ആത്മമണവാളനെ തേജസ്സിൽ കണ്ട് മുത്തം ചെയ്ത് നിത്യതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ ആ 12 ഗോപുരവാതിലുകളിൽ ഒന്നിൽ കൂടെ, ആമേൻ, ആ ജീവതരുക്കൾ നിറഞ്ഞു നിൽക്കുന്ന ജീവവീതിക്കരികിലേക്ക് കടന്നു ചെന്ന് സിംഹാസനത്തിങ്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് നീതിയുടെ കിരീടമെടുത്തു നമ്മുടെ ശിരസിൽ വെച്ച് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിച്ചു മുത്തം ചെയ്യുന്ന ആത്മമണവാളന്റെ മാർവിൽ ചാരുന്ന ആ പ്രത്യാശയുടെ
lady. Hallelujah. ആമേൻ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ, യേശു വരാറായി, യേശു വരാറായി, യേശു വരാറായി, യേശു വരാറായി, യേശു വരാറായി. സഭയ്ക്കൊരു സുവിശേഷമേ ഉള്ളൂ. യേശു വരാറായി, യേശു വരാറായി, യേശു വരാറായി. ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, പ്രതിസന്ധികളുടെ മുമ്പാകെ നാം നമ്മെ തന്നെ താമസിപ്പിക്കരുത്. പ്രതിസന്ധിയുടെ മുമ്പിൽ നാം നമ്മെ തന്നെ താമസിപ്പിക്കരുത്. എന്നോട് ചേർന്ന് പറഞ്ഞേ, പ്രതിസന്ധിയുടെ മുമ്പിൽ നാം നമ്മെ തന്നെ താമസിപ്പിക്കരുത്. ആമേൻ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം യോശുവയെയും ഇസ്രായേലിനെയും യോർദാൻ നദിയുടെ തീരത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. യോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. എന്തുകൊണ്ടാണ് യോർദാൻ കരകവിഞ്ഞൊഴുകുന്നതെന്നറിയാമോ? ആമേൻ. യോർദാനിൽ വെള്ളം വരുന്നത് ഹെർമോൻ പർവ്വതത്തിൽ നിന്നാണ്. ഹെർമോൻ പർവ്വതത്തിൽ ആമേൻ മഞ്ഞുകാലം, അതിശൈത്യകാലം കഴിയുമ്പോൾ ആമേൻ സൂര്യൻ അതിശൈത്യകാലത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആമേൻ, ഇങ്ങനെ മഞ്ഞ് ഭയങ്കരമായിട്ട് അവിടെ ഉറഞ്ഞുകൂടും. എന്നാൽ ഈ വിന്റർ സീസൺ കഴിഞ്ഞിട്ട് സ്പ്രിംഗ് സീസൺ ഓപ്പൺ ആകുമ്പോൾ ആമേൻ ഈ ഹെർമോനിലെ മഞ്ഞുമല ഉരുകിയിട്ട് ആ വെള്ളം ഭയങ്കരമായിട്ട് അവിടെ നിന്ന് ഒഴുകാൻ തുടങ്ങുക. അപ്പൊ യോർദാന്റെ തീരമെല്ലാം എന്ത് ചെയ്യുമെന്നറിയാമോ? കരകവിഞ്ഞൊഴുക. ആമേൻ. ദൈവമേ, എന്തിനാ കർത്താവേ ഈ ഗതികെട്ട സമയത്ത് ഈ യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന ഈ സ്പ്രിംഗ് സീസണിൽ എന്തിനാണ് ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്നത്? കർത്താവ് ഒരു കാര്യം പറയുക, മോനെ, നീ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കരകവിഞ്ഞൊഴുകുന്ന യോർദാനെയാണ് കാണുന്നത്. പക്ഷേ ഈ യോർദാൻ കരകവിഞ്ഞൊഴുകുന്നതിനപ്പുറം നിനക്കൊരു കാര്യം കാണാനുണ്ട്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ അവിടെ പറയുക എന്ന ഭാഗം ഇതാണ്: കൊയ്ത്തു കാലത്തൊക്കെ യോർദാൻ തീരമല്ല കരകവിഞ്ഞ് ഒഴുക. കൊയ്ത്ത് കാലത്ത് എന്ന് പറഞ്ഞാൽ ഹെർമോനിലെ മഞ്ഞുരുകി യോർദാൻ നിറയുമ്പോൾ അതേ സമയത്ത് അപ്പുറത്ത് എന്ത് നടക്കുകയാണെന്നറിയാമോ? വിന്റർ സീസൺ കഴിഞ്ഞ് സ്പ്രിംഗ് സീസൺ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുകയാണ്? കൊയ്ത്ത്. അവൻ കൊയ്ത്ത്. അപ്പോൾ പോകട്ടെ, യോർദാനിലെ വെള്ളമൊക്കെ തീരട്ടെ, യോർദാനിലെ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് അക്കരെ പോകാമെന്നും പറഞ്ഞ് നിന്നാൽ പോക്ക് നടക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, കാലായും പറക്കി, നിനക്ക് പിന്നെ ഒന്നും കിട്ടത്തില്ല. ഇന്ന് പകൽക്കാല ദൈവജനത്തിന്റെ അടുക്കൽ ഞാൻ പറയുന്നു, സമയത്തങ്ങ് നടന്നോളുമെന്ന് പറഞ്ഞ് വെള്ളം കുറഞ്ഞിട്ട് അക്കരെ കടക്കാമെന്നും പറഞ്ഞ് നീ നിൽക്കരുത്. ക്രോസ് ദ ജോർദാൻ. ദിസ് ഈസ് യുവർ ടൈം. ഉദാസീനരാകരുത്. ഇത് നിന്റെ സീസണാണ്, ഇത് നിന്റെ സമയമാണ്. ഇവിടെ നീ പിടിക്കണം, ഇവിടെ നീ ക്രോസ് ചെയ്യണം. വെള്ളം കുറയട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കരുത്. വെള്ളം കുറയുമ്പോഴത്തേക്ക് കൊയ്ത്ത് കഴിയും. വെള്ളം കുറയുമ്പോഴത്തേക്ക് കൊയ്ത്ത് കഴിയും. പ്രതിസന്ധിയുണ്ട്, പക്ഷെ നീ വെയിറ്റ് ചെയ്യരുത്. വെല്ലുവിളിയുണ്ട്, പക്ഷെ നീ വെയിറ്റ് ചെയ്യരുത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടിയവനല്ല. ആമേൻ. ദൈവം പെട്ടെന്ന് ചിലത് ചെയ്യട്ടെ. അതരം തുറന്ന് പറഞ്ഞ്, ദൈവം പെട്ടെന്ന് ചിലത് ചെയ്യട്ടെ, ദൈവം പെട്ടെന്ന് ചിലത് ചെയ്യട്ടെ. ഇഫ് യു ടാരി, ഹാർവസ്റ്റ് വിൽ ബി ഗോഡ്. നീ ഇവിടെ താമസിക്കരുത്. നീ ഇവിടെ നിൽക്കുന്ന ഓരോ മിനിറ്റോ, നീ ഹോൾഡ് ചെയ്യുന്ന ഓരോ മിനിറ്റും ക്രൂഷ്യലാണ്. കാരണം അപ്പുറത്ത് ഹാർവസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞു. ഇന്ന് പകൽക്കാല നിന്റെ മുമ്പിൽ ചില യോർദാൻ കരകവിഞ്ഞൊഴുകുന്നത് നിനക്കൊരടയാളമാണ്. ദിസ് ഈസ് യുവർ ടൈം. Hele kere mene kasi karo tono lokosia premeni kadala bakaturiam prabajana gata rekelia sartunia akemenia rakasekelia tarsena katania prabol bahatara mahasandaradia tera. Amen. കഴിഞ്ഞ 2-3 മാസമായി ഹെർമോനിൽ ഐസ് പോലെ നിന്ന വെള്ളമാണ്. ഇപ്പൊ യോർദാനിൽ ഭക്തന്മാർ കാല് ചവിട്ടിയപ്പോൾ പിന്നെയും ഈ വെള്ളം എന്ത് ചെയ്തെന്നറിയാമോ? ഉറഞ്ഞു നിൽക്കാൻ തുടങ്ങി, ചിറ പോലെ നിൽക്കാൻ തുടങ്ങി. ആമേൻ. അവിടെ ഒരു സീസൺ റിവേഴ്സ് പോകുമ്പോൾ ഇപ്പുറത്ത് ഒരു സീസൺ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. അതിൻ്റെ നടുക്ക് കൂടെ ഇസ്രായേൽ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? അവരുടെ പ്രോസ്പർ സീസണിലേക്ക് അവർ കാല് വെക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, യോർദാനിലെ വെള്ളം കുറയട്ടെ എന്നും പറഞ്ഞ് കാത്തു നിന്നിരുന്നെങ്കിൽ അവർക്ക് കൊയ്ത്ത് കിട്ടുമായിരുന്നോ? ഇല്ല. ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ ഭയങ്കര പ്രതികൂലമായി നിങ്ങൾക്ക് തോന്നും.
പക്ഷെ ദൈവം അത് പ്രതികൂലമായിട്ടല്ല കാണുന്നത്, അതിനപ്പുറം ഒരനുകൂലമുണ്ട്. കർത്താവേ, എന്തിനാ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ്റെ തീരത്ത് കൊണ്ട് നിർത്തിയത്? കർത്താവ് പറയും, മോനെ, കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ്റെ അപ്പുറത്തെ കൊയ്ത്ത് കാണാൻ പറ്റത്തുള്ളൂ. കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ്റെ അപ്പുറത്തെ കൊയ്ത്ത് കാണാൻ കഴിയത്തുള്ളൂ. കരകവിയുന്ന പ്രശ്നത്തിൻ്റെ അപ്പുറമേ നിനക്കൊരു കൊയ്ത്തുള്ളൂ. ആമേൻ. കരകവിയുന്ന വെല്ലുവിളിക്കപ്പുറമേ നിനക്കൊരു കൊയ്ത്തുള്ളൂ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ, കരകവിയുന്ന യോർദാൻ്റെ അപ്പുറത്താ കൊയ്ത്ത്. കരകവിയുന്ന യോർദാൻ്റെ അപ്പുറത്താ കൊയ്ത്ത്. വായ് തുറന്ന് ഉറക്കപ്പറ, കരകവിയുന്ന യോർദാൻ്റെ അപ്പുറത്താ കൊയ്ത്ത്. നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഉറക്കെ വലുതായിട്ട് അവിടെ എഴുതി വെച്ചോ, കരകവിയുന്ന യോർദാൻ്റെ അപ്പുറത്താ കൊയ്ത്ത്. ആമേൻ. യോർദാൻ കരകവിയട്ടെ, എനിക്കൊരുറപ്പാത്, അപ്പുറത്ത് കൊയ്ത്ത. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിട്ട് താമസിപ്പിക്കരുത്. നമ്മളായിട്ട് ചില താമസങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ. മോശ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേലിൻ്റെ അടുക്കൽ ഒരു കാര്യം പറയാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആവർത്തന പുസ്തകം 1-ാം അധ്യായം 46-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അങ്ങനെ നിങ്ങൾ കാദേശിൽ പാർത്ത ദീർഘകാലമൊക്കെയും അവിടെ തന്നെ താമസിക്കേണ്ടി വന്നു. നീ കാദേശിൽ പാർത്ത ദീർഘകാലമൊക്കെയും ആമേൻ നീ അവിടെ തന്നെ പാർക്കേണ്ടി വന്നു. എന്താകുന്നു എൻ്റെ സഹോദരങ്ങളെ, ഇവർ ദീർഘകാലം അവിടെ താമസിക്കേണ്ടി വന്നു. ഏറെക്കുറെ എത്ര വർഷം താമസിക്കേണ്ടി വന്നു? 40 വർഷം താമസിക്കേണ്ടി വന്നു. എന്നാൽ 40 സംവത്സരം അവർ താമസിച്ച ആ ദൂരെ എത്ര ദിവസം കൊണ്ട് പോകാൻ പറ്റുന്ന ദൂരമായിരുന്നെന്നറിയാമോ? അതിൻ്റെ 2-ാം വാക്യം വന്നിട്ട് 1-ാം അധ്യായം 2-ാം വാക്യം. ആമേൻ. 1-ാം അധ്യായം 2-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: സെയീർ പർവ്വതം വഴിയായി ഹോരേബിൽ നിന്ന് കാദേശ് ബർണയിലേക്ക് 11 ദിവസത്തെ വഴിയുണ്ട്. 11 ദിവസത്തെ വഴി. പക്ഷേ ഇപ്പോൾ എത്ര വർഷമായിട്ട്, ദീർഘകാലമായിട്ട് നിങ്ങൾ ഇവിടെ താമസിക്കുകയാണ്. 6-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഹോരേബിൽ താമസിച്ചത് മതി. നിങ്ങൾ എന്ത് ചെയ്യ്? നിങ്ങൾ വാഗ്ദത്തത്തിലേക്ക് കയറിപ്പോ. ദൈവം പറയുന്നത് എന്താണെന്നറിയാവോ? നീ ഇവിടെ വെയിറ്റ് ചെയ്യണ്ട, നീ വേഗത്തിൽ നിന്റെ വാഗ്ദത്തത്തിലേക്ക് കയറിപ്പോ. പക്ഷേ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ വാക്കുകളുടെ ടോൺ മാറി. യഹോവ നമ്മെ പകയ്ക്കയാൽ നമ്മെ നശിപ്പിപ്പാൻ തക്കവണ്ണം അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. ഇവർ 2 കാര്യങ്ങൾ പറഞ്ഞു. ദൈവത്തിന് നമ്മളെ ഇഷ്ടമില്ല. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ അടുക്കൽ ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൻ്റെ മരുഭൂമികളിൽ പറഞ്ഞിട്ടുണ്ടോ, ദൈവത്തിന് എന്നോട് എന്തോ ഇഷ്ടക്കേടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുമോ? ആമേൻ. നീ ദൈവം എന്നെ പകയ്ക്കുകയാണെന്ന് പറയുമ്പോൾ നീ ദീർഘകാലം ചില ഇടങ്ങളിൽ ഡിലേ വരുത്തുകയാണ്. ദൈവം എന്നെ പകയ്ക്കുകയാണ്. എന്നിട്ട് അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാവോ? ദൈവം എന്നെ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ ഇത് അനുഭവിക്കാൻ വേണ്ടി, ഇതെൻ്റെ വിധിയാ. ആമേൻ. ഇത് എൻ്റെ വിധിയാ. ഞാനിത് അനുഭവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാ. സ്വയം പഴിക്കുകയാ, സ്വയം പരാജയത്തെ പ്രഡിക്റ്റ് ചെയ്യുക. ദൈവത്തിന് എന്നോട് സ്നേഹമില്ല എന്ന് നീ പറയുമ്പോൾ, ദൈവത്തിന് എന്നോട് കരുതലില്ല എന്ന് നീ പറയുമ്പോൾ, നീ കാൽവറിയെ പരിഹസിക്കുകയാ കേട്ടോ. നീ ആ മുൾക്കിരീടം ചൂടി 3 ആണിമേൽ കിടക്കുന്ന ആ രൂപത്തെ കണ്ടില്ലെന്ന് കണ്ണുപൊത്തിയാ പറയുന്നത് ദൈവത്തിന് എന്നോട് സ്നേഹമില്ലെന്ന്. യഹോവ എന്നെ പകച്ചു. 2, നമ്മൾ ഈ യാത്രയിൽ എന്തോ ചെയ്യത്തേ ഉള്ളൂ? തോറ്റുപോകത്തേ ഉള്ളൂ. നമ്മൾ അമോര്യരുടെ കൈ തീരത്തേ ഉള്ളൂ. എത്ര പ്രാർത്ഥിച്ചാലും ഈ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല. എത്ര ദൂത് കേട്ടാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ അവസാനം എവിടെ ചെന്ന് തീരത്തേ ഉള്ളൂ? നമ്മൾ അമോര്യരുടെ കൈ തീരത്തേ ഉള്ളൂ. അവിശ്വാസത്തിൻ്റെ പരാജയ വാക്കുകൾ. എന്നിട്ട് 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 28-ാം വാക്യം, ആ വാക്യം മുഴുവനും ആമേൻ. 28-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: എവിടേക്കായി കയറി പോകുന്നത്? ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ദീർഘകായന്മാരും പട്ടണങ്ങൾ വലിയവയും ആകാശത്തോളം എത്തുന്ന മതിലുള്ളവയുമാകുന്നു. ഞങ്ങൾ അവിടെ
ഞങ്ങളവിടെ അനാക്യരെയും കണ്ടു എന്ന് പറഞ്ഞ് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഹൃദയം ഉരുക്കിയിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു പറഞ്ഞു. ദൈവം പറഞ്ഞ വാഗ്ദത്തം കേട്ട് ആരാധിച്ചില്ല, പകരം സഹോദരന്മാർ പറഞ്ഞ വാക്ക് കേട്ട് പിറുപിറുത്തു. വാഗ്ദത്തത്തെ ഓർത്ത് ആരാധിക്കുന്നതിന് പകരം ഏതാണ്ട് പറഞ്ഞത് കേട്ട് പിറുപിറുക്കാനും കരയാനും തുടങ്ങി. ഇന്ന് പകൽ മനസ്സിലായോ എന്താ നിന്റെ ജീവിതത്തിന്റെ വിടുതൽ താമസിപ്പിക്കുന്നതെന്ന്? ജീവിതത്തിന്റെ വിടുതലിനെ താമസിപ്പിക്കുന്ന വാക്കുകൾ. ഒന്ന്, ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ല, എന്നെ ദൈവത്തിന് ഇഷ്ടമല്ല, ഞാൻ അല്ലേലും പണ്ടേ കൊള്ളാത്തവളാണല്ലോ, ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ല. നീ നിന്റെ വാക്കുകൊണ്ട് വാഗ്ദത്തങ്ങളെ താമസിപ്പിക്കുകയാണ്. രണ്ട്, ഞാൻ ഗതി പിടിക്കത്തില്ല, ഞാൻ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ, ഞാൻ അമോര്യരുടെ കയ്യിൽ ഈ കഷ്ടതയിൽ ഞാൻ അവസാനിക്കത്തേ ഉള്ളൂ. ആമേൻ. മൂന്നാമതായി പറയുകയാണ്, വല്ലവരും പറഞ്ഞ നെഗറ്റീവ് കേട്ട് നീ കൂടാരത്തിലിരുന്ന് പിറുപിറുക്കുകയാ. വല്ലവരും പറഞ്ഞ ശാപവും പരിഹാസവും കേട്ടിട്ട് ആമേൻ നീ കൂടാരത്തിലിരുന്ന് പിറുപിറുക്കുകയാ. നിന്റെ പിറുപിറുപ്പ്, നീ ദൈവസന്നിധിയിലിരുന്ന് പിറുപിറുത്ത കാര്യം പെട്ടെന്ന് നടക്കുമെന്ന് ചിന്തിക്കരുത്. ആമേൻ. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ 31-32 വാക്യങ്ങൾ, ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാമായിട്ടും പാളയമിറങ്ങേണ്ടതിന്, നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാനും നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘസ്തംഭത്തിലും നിങ്ങൾക്ക് മുമ്പായി നടന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. ശരിയാ, വാഗ്ദത്തം കിട്ടിയില്ല, ശരിയാ, കനാനിലെത്തിയില്ല, പക്ഷെ ദൈവം നിന്നെ വഹിച്ചില്ലേ? ദൈവം നിന്നെ ഇവിടം വരെ പുലർത്തിയില്ലേ? ദൈവം ഇവിടം വരെ നിന്നെ ചുമന്നില്ലേ? പകൽ മേഘത്തിലും രാത്രി അഗ്നിയിലും അവൻ നിന്റെ കൂടി ഇരുന്നില്ലേ? അവൻ നിനക്ക് വഴി കാണിച്ചു തന്നില്ലേ? അവൻ നിനക്ക് സ്ഥലം കാണിച്ചു തന്നില്ലേ? ശരിയാ, നിനക്ക് റിസൾട്ട് കിട്ടിയില്ല, നിന്റെ പ്രാർത്ഥനയുടെ പെർഫെക്റ്റ് മറുപടി കിട്ടിയില്ല, നീ പ്രതീക്ഷിച്ച കനാനിലെത്തിയില്ല. പക്ഷേ അഗ്നിസർപ്പവും തേളുകളും നിറഞ്ഞ ഈ മരുഭൂമിയിൽ ഒരു പിശാചും തൊടാതെ നിന്നെ സൂക്ഷിച്ചില്ലേ? കരുതിയില്ലേ? നീ ചിന്തിച്ചതുപോലെ ബംഗ്ലാവൊന്നും കിട്ടിക്കാണത്തില്ല, പക്ഷെ മഴ നനയാതെ അവൻ ഇന്ന് വരെ നിന്നെ പോറ്റിയില്ലേ? നീ ചിന്തിച്ചതുപോലെ 7 കോഴ്സ് ഡിന്നർ ഒന്നും നിനക്കില്ലായിരിക്കാം, പക്ഷേ അഷ്ടിക്ക് മുട്ടില്ലാതെ അവൻ നിന്നെ നടത്തിയില്ലേ? അതൊക്കെ അവൻ ഒരപ്പൻ മകനെ വഹിക്കുന്നത് പോലെ എന്നെ താങ്ങിയില്ലേ? എന്നിട്ടും നീ വിശ്വസിച്ചില്ല. എന്നിട്ട് 46 വാക്യത്തിൽ പറയുകയാണ്, ഇത് മുഖാന്തരം നമ്മൾ ഒത്തിരി നാള് നമ്മുടെ വാഗ്ദത്തങ്ങളിൽ ഡിലേ ആയിപ്പോയി. ഇന്ന് പകൽ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഞാൻ പറയുകയാണ്, പിറുപിറുക്കരുത്. ദൈവത്തിന് എന്നോട് സ്നേഹമില്ലെന്ന് പറയരുത്, ദൈവം എന്നെ കൈവിട്ടെന്ന് പറയരുത്, ഞാൻ നശിച്ചു പോകത്തേ ഉള്ളെന്ന് പറയരുത്. നീ അവിശ്വസിക്കരുത്, അത് നിന്റെ വാഗ്ദത്തങ്ങളെ ഡിലേ ആക്കും. ആമേൻ. രണ്ടാമത്തെ ഡിലേ എന്ന് പറയുന്നത് മനുഷ്യൻ നമ്മൾ ഉണ്ടാക്കുന്ന ഡിലേ. ഒന്ന്, നമ്മുടെ അവിശ്വാസം കൊണ്ടുവരുന്ന ഡിലേ. രണ്ട്, യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 18-ാം വാക്യം. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 18-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു. യഹോവ നിങ്ങളോട് കൃപ കാണിക്കാൻ താമസിക്കുന്നു. എന്താ കർത്താവേ താമസിക്കുന്നത്? അതിൻ്റെ 15-ാം വാക്യത്തിൽ അതിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ട്. 15-ാം വാക്യത്തിൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, നീ ആദ്യം മനസ്സ് തിരിയണം, നിന്റെ തോട്ട് പ്രോസസ്സ് മാറണം. മനസ്സിനെ എന്തോ ചെയ്യണം? തിരിക്കണം. അത് 90 ആണോ 180 ആണോ 360 ആണോ, തിരിയേണ്ടിയത് തിരിയണം. നിന്റെ ചിന്താഗതി മാറണം. നീ ചിന്താഗതി മാറിയിട്ട് നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നീ അടങ്ങിയിരിക്കുക, നീ വെറുതെ ഇരിക്കുക, നീ അടങ്ങിയിരിക്കുക. എന്നിട്ട് അടുത്തത് പറയുകയാണ്, ആമേൻ, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും അവൻ നിനക്ക് ബലമായിരിക്കും എന്ന് പറഞ്ഞാൽ, നീ സ്വയബലം കൊണ്ട് ഒന്നും ചെയ്യാതെ
നീ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ കാത്തിരിക്ക്. നീ ദൈവസന്നിധിയിൽ വിശ്രമിക്ക്. നീ ദൈവസന്നിധിയിൽ ആശ്രയിക്ക്. എൻ്റെ സഹോദരങ്ങളെ, ആമേൻ, രൂത്ത് ആറിടങ്ങഴി യവവുമായിട്ട് ആമേൻ നവോമിയുടെ അടുക്കൽ വന്നപ്പോൾ നവോമി ആറിടങ്ങഴി യവം അളന്നു വെച്ചിട്ട് രൂത്തിൻ്റെ അടുക്കൽ ഒരു കാര്യം പറഞ്ഞു. മോളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ എന്ത് ചെയ്യണോ? മിണ്ടാതെ അനങ്ങാതിരിക്കുക. നമ്മൾ അനങ്ങാതിരുന്നാലേ അവൻ്റെ പ്രവൃത്തിയുടെ മനോഹാരിത നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ആമേൻ. അതിൻ്റെ വേറൊരർത്ഥം ഞാൻ പലപ്പോഴും പറയുന്നതാണ്. ആമേൻ. തലേ രാത്രിയിൽ എന്താ നവോമി പറഞ്ഞെന്നറിയാവോ? കുഞ്ഞെ, നിനക്കൊരു വിശ്രാമ സ്ഥലം കിട്ടണമെങ്കിൽ ഇന്ന് രാത്രി നീ ഉറങ്ങാതെ അവൻ്റെ കളത്തിൽ പോകണം. പക്ഷെ തിരിച്ചു വന്നപ്പോൾ എന്താ പറയുന്നതെന്നറിയാമോ? ഇനി നീ ഉറക്കമൊഴിയണ്ട, ഇനി നീ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ആമേൻ. ആമേൻ. പ്രാർത്ഥിച്ചു കഴിയുന്ന ഒരു ദൈവ പൈതലിന് ഒരു ധൈര്യം ഉണ്ടാകണം. എൻ്റെ വിഷയം ഇനി എൻ്റേതല്ല, അത് ആമേൻ, അത് അവിടുത്തെ വിഷയമാണ്. ഞാൻ ഉറങ്ങും, അവൻ പ്രവർത്തിക്കും. ഞാൻ ഉറങ്ങും, അവൻ പ്രവർത്തിക്കും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, ആമേ, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പോൾ നീ എന്തിനാ ഉറക്കൊഴിഞ്ഞിരിക്കുന്നത്? ആമേ, നാളെ പ്രഭാതത്തിൽ കഴുമരത്തിൽ തൂക്കിക്കൊല്ലുമെന്ന് ഹെരോദാവ് വിധി പുറപ്പെടുവിച്ച് ആമേൻ കാരാഗ്രഹ തുറങ്കിൽ അടച്ചിടുമ്പോൾ പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ? നീണ്ടു നിവർന്ന് കിടന്ന് സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങി. എന്താ പത്രോസെ ഉറങ്ങുന്നത്? പത്രോസ് പറഞ്ഞു, എൻ്റെ കാര്യം ദൈവത്തിങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുകയാ. അലറുന്ന കടലിന്റെ നടുവിൽ ആടി ഉലയുന്ന പടകിന്റെ അമരത്ത് തലയണ വെച്ച് യേശു ഉറങ്ങി. പ്രതികൂലത്തിന്റെ നടുവിൽ ഉറങ്ങി തുടങ്ങട്ടെ. പ്രതിസന്ധിയുടെ നടുവിൽ ഉറങ്ങി തുടങ്ങട്ടെ. ഇന്ന് പകൽക്കാല ചിലരുടെ സ്ലീപ്ലെസ് നൈറ്റുകളെ ദൈവിക അധികാരത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. യെസ്. 4-ാം സങ്കീർത്തനം അവസാന വാക്യം, നീ സമാധാനത്തോടെ കിടന്നുറങ്ങോ, ദൈവം നിന്നെ നിർഭയം വസിപ്പിക്കോ. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ ശുശ്രൂഷിക്കാൻ പറയുന്നു. ചിലരുടെ ഉറക്കമില്ലാത്ത രാത്രികൾ, യെസ്, രാത്രിയിലെ അസ്വസ്ഥതകൾ ഇന്നു രാത്രി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ അത് ബ്രേക്ക് ആവട്ടെ. ജീസസ്, 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 ജീസസ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. ആ സംഭവം മുഴുവൻ വിവരിപ്പാൻ കഴിയുകയില്ല. ഒരു ലേവ്യൻ ഒരു സ്ഥലത്ത് പോകുന്നതാണ്. അവൻ താമസിച്ചു. അവൻ എന്താ താമസിച്ചതെന്നറിയാമോ? 19-ാം അധ്യായം 8-ാം വാക്യം. 19-ാം അധ്യായം 8-ാം വാക്യം. അവിടെ ഇങ്ങനെ 5-ാം ദിവസം അവൻ പോകേണ്ടതിന് അധികാലത്ത് എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പൻ അല്പം വല്ലതും കഴിച്ചിട്ട് വെയിലാറും വരെ താമസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. ഇത് എത്രാമത്തെ ദിവസമായി? 5-ാമത്തെ ദിവസം. വന്നതിൻ്റെ പിറ്റേന്ന്, വന്നതിൻ്റെ അന്ന് പോകാൻ വന്ന പുള്ളിയാ. ഇപ്പം 5 ദിവസമായിട്ട് എന്ത് ചെയ്യുകയാണ്? താമസിക്കുക അവിടെ. എന്താ കാര്യം എന്നറിയാമോ? കഴിക്കാൻ ഫുഡുണ്ട്, കിടക്കാൻ കട്ടിലുണ്ട്. അൺലെസ് അണ്ടിൽ യു ലീവ് സം കംഫർട്ട് സോൺ. ഹേയ് ആമേൻ. പോയ വഴിയിൽ സംഭവിച്ചതെല്ലാം നമുക്ക് പൊതുവിൽ പറയാൻ കഴിയാത്ത കാര്യമാണ്. അവർ താമസിച്ചു. എന്താ ലേവ്യനെ താമസിച്ചത്? താൻ പറയും, അവിടുത്തെ ഫുഡ് നല്ല സുഖമായിരുന്നു. അവിടുത്തെ മെത്ത നല്ല സുഖമായിരുന്നു. ആമേൻ. ജീവിതത്തിൻ്റെ ചില കംഫർട്ട് സോണുകൾ നിന്നെ തളച്ചിടും. അത് പള്ളിയുടെ കംഫർട്ട് സോണായിരുന്നാലും, അത് പട്ടക്കാരുടെ കംഫർട്ട് സോണായിരുന്നാലും, അത് സമുദായത്തിൻ്റെ കംഫർട്ട് സോണായിരുന്നാലും, അത് പ്രസ്ഥാനത്തിൻ്റെ കംഫർട്ട് സോണായിരുന്നാലും, അത് പാരമ്പര്യത്തിൻ്റെ കംഫർട്ട് സോണായിരുന്നാലും, അത് അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെയോ ശവക്കല്ലറയുടെ കംഫർട്ട് സോണായിരുന്നാലും, ഇന്ന് പകൽ ഞാൻ നിന്നോട് വിളിച്ചു പറയുന്നു, അൺലെസ് അണ്ടിൽ യു ലീവ് ദ കംഫർട്ട് സോൺ. ആമേൻ. ജീവിതത്തിൽ നീ അവിടെ തന്നെ ഡിലേ അടിക്കുക. നിന്റെ ജീവിതത്തിൻ്റെ ഡിലേ നീ ചില കംഫർട്ട് സോണുകളെ വിടാത്തത് കൊണ്ടാ. ആമേൻ. രൂത്ത് രാത്രിയിൽ കംഫർട്ട് സോണിനെ വിട്ടിട്ട് ഒരു അഡ്വഞ്ചറസ് ഡു ഓർ ഡൈ സ്റ്റെപ്പ് എടുത്തപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാല് എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, ആമേൻ, പിശാചി നമ്മളെ കബളിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ചില പൊട്ട കംഫർട്ട് സോണുകൾ. ആമേൻ. ചിലതൊക്കെ നൽകിയിട്ട് നമ്മളെ എന്ത് ചെയ്യുമെന്നറിയാം?
ചെയ്യുമെന്നറിയാമോ? നമ്മളെ പറ്റിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഇന്നത്തെ കോർപ്പറേറ്റ് വേൾഡിൽ ഒരു സംഗതിയുണ്ട് കേട്ടോ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ, പിള്ളേർക്ക് 20,000 രൂപ ശമ്പളം കൊടുക്കുക. ആമേൻ, പട്ടിപ്പണിയെടുപ്പിക്കും. ഇപ്പോഴത്തെ ഒരു ഭാഷയാണ് പട്ടിപ്പണിയെടുപ്പിക്കുക. ആമേൻ, പട്ടിപ്പണിയെടുപ്പിക്കും. ആമേൻ. എന്നിട്ട് വർഷത്തിലൊരിക്കൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവൻ ഒരിക്കലും പോകാൻ, ആമേൻ, സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി അവനെ 2 ദിവസം താമസിപ്പിച്ച്, ആമേൻ, തല നെവരെ നിൽക്കാതെ വണ്ണം കള്ളും വാങ്ങി കൊടുത്ത് അവന് പോകുമ്പോൾ ഒരു വാച്ചും മേടിച്ച് കൊടുത്തിട്ട് പോകുക. ആമേൻ. ഇവനാണെങ്കിൽ ഒരു വർഷം മുഴുവൻ പണിതപ്പോൾ 20,000 രൂപയാ മാസം തോറും കിട്ടിയത്. ആമേൻ. ഒരു 2,000 രൂപ വെച്ച് കൂട്ടി ചോദിച്ചിട്ട് കൊടുത്തില്ല. പകരം എന്ത് ചെയ്തെന്നറിയാമോ? അവനെ ഗോവയെ കൊണ്ടുപോയി ഒരു റിസോർട്ടിൽ താമസിപ്പിച്ച് അവന് 4 ദിവസം പാർട്ടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞോ, ഞങ്ങളുടെ കമ്പനി ഞങ്ങളെ ഗോവയിൽ കൊണ്ടുപോയി. എന്നിട്ട് അവരുടെ അതിൻ്റെ അവസാനത്തെ ദിവസം, പാർട്ടിയുടെ അവസാനത്തെ ദിവസം അടുത്ത ഒരു ഡിക്ലറേഷനൂടെ നടങ്ങി. അടുത്ത പാർട്ടി നമുക്ക് എവിടെ ആയിരിക്കുമെന്നറിയാമോ? പട്ടായയിലായിരിക്കും. തായ്ലാൻഡിൽ പോക. അടുത്ത ഒരു വർഷം മുഴുവന് ഇവൻ ഇവിടെ തന്നെ കിടക്കും. എന്താ കാര്യം എന്നറിയാമോ? ആമേ, അടുത്ത വർഷം പട്ടായ പോകാമെന്നും പറഞ്ഞ്. എൻ്റെ പൊന്നു കുഞ്ഞെ, നീ അവിടുന്ന് റെസിഗ്നേഷൻ കൊടുത്തിറങ്ങി, നീ നല്ല ഒരു ജോലി കണ്ടുപിടിച്ച, നിനക്ക് കുടുംബമായി ടിക്കറ്റ് എടുത്ത് അമേരിക്ക പോയിട്ട് വരാനുള്ള കാശ് 2 മാസത്തെ സാലറി കിട്ടും. ഇല്ല, നീ കംഫർട്ട് സോണിനകത്ത് കിടക്കുകയാണ്. ചില വാച്ചും മേടിച്ച് കെട്ടി, ചില ഹോട്ടൽ വിസിറ്റുകൾ നടത്തി, സ്തോത്ര, ചില കോംപ്ലിമെന്റ് എയർ ടിക്കറ്റും മേടിച്ച് നീ ആ കംഫർട്ട് സോണിനകത്ത് കിടക്കുക. ഇന്ന് പകൽ ഞാൻ നിന്റെ മുമ്പാകെ ഒരു ചലഞ്ച് നോട്ടിടുന്നു. ലീവ് ദ കംഫർട്ട് സോൺ, ലീവ് ദ കംഫർട്ട് സോൺ. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ പിടിക്കുന്നത് ആരാണെന്നറിയാമോ? ആമേൻ. ചില കംഫർട്ട് സോണുകളെ വിടുമ്പോഴാണ് നമ്മൾ പറയും മിസ്രൈമിലെ അടിമനുഖം എന്നൊക്കെ. മിസ്രൈമിലെ അടിമനുഖം, മിസ്രൈമിൽ അങ്ങനെ വലിയ കഷ്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ. മിസ്രൈമിൽ നിന്ന് വന്ന് മരുഭൂമി കിടന്നപ്പം പറയാ, ഇതിനൊക്കെ എന്ത് നല്ലതായിരുന്നു. ഞങ്ങൾ എവിടെയായിരുന്നു ഇരുന്നത്? ഇറച്ചിക്കലങ്ങളുടെ അരികത്തിരിക്കാൻ. ചീറ്റുള്ളി, ചുവന്നുള്ളി, സകല സാധനം ഉണ്ടായിരുന്നു. ഇനി ഈ പറയുന്ന ഫറവോൻ അങ്ങനെ വലിയ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. ഫറവോൻ എന്തോ പറഞ്ഞറിയാം, നിങ്ങൾക്ക് ഫെസ്റ്റിവൽ നടത്തണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ നടത്തിയോ. 3 ദിവസം ദേശീയ അവധി, ഇസ്രായേലിയരുടെ പെരുന്നാൾ പ്രമാണിച്ച് 3 ദിവസം കമ്പനിക്ക് അവധി തന്നേക്കാം. ആമേൻ. 4 ആഴ്ച, ഒരാഴ്ചത്തേക്ക് ഇഷ്ടിക കമ്പനി വർക്ക് ചെയ്യുന്നതല്ല. നിങ്ങൾ തലയാഴ്ച കട്ടമൊത്തം അടിച്ചു വെച്ചിട്ട് നിങ്ങൾ പിറ്റേ ആഴ്ച പോയി പെരുന്നാൾ കൂടിക്കോ. കംഫർട്ട് സോൺ വിടരുത്. മോശ പറഞ്ഞു. ആമേൻ. മിസ്രൈമ്യ പട്ടണത്തിൻ്റെ കംഫർട്ട് സോണിനകത്തല്ല, മരുഭൂമിയുടെ വിജനതയ്ക്കകത്ത് 3 ദിവസം അപ്പുറത്ത് പോയി നിന്നൊന്ന് ആരാധിക്കണം. ആമേൻ, ആമേൻ. അൺലെസ് അണ്ടിൽ വി ലീവ് ദ കംഫർട്ട് സോൺ, ഞങ്ങളുടെ വാഗ്ദത്തം ഞങ്ങൾക്ക് കയറി പിടിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ബ്രേക്ക് ദ കംഫർട്ട് സോൺ. ആമേൻ. ചില മായാവികളും മായാജാലവും കാണിച്ച് ചില കംഫർട്ട് സോണുകൾക്കകത്ത് നിന്റെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുമ്പോൾ അതിനെ പൊട്ടിച്ചു കളഞ്ഞ് പുറത്തിറങ്ങ്. അതിനെ പൊട്ടിച്ചു കളഞ്ഞ് പുറത്തിറങ്ങ്. നിനക്ക് വേഗതയിൽ ചിലത് സംഭവിക്കും. സ്തോത്രം. അപ്പോൾ 1, ദൈവം നൽകുന്ന ഡിലേ ഉണ്ട്. 2, നമ്മുടെ അവിശ്വാസം കൊണ്ട്, നമ്മുടെ പിറുപിറുപ്പ് കൊണ്ട്, ദൈവത്തിൽ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യാത്തത് കൊണ്ട്, ചില കംഫർട്ട് സോണുകളെ നമ്മൾ വിടാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഡിലേസ് ഉണ്ട്. ഒന്ന് പരിശോധിച്ചേ, എവിടെയാണ് നിങ്ങൾ ഡിലേ ആകുന്നത്? 3ാമത്തെ ഒരു ഡിലേ ഉണ്ട്. 3ാമത്തെ ഒരു ഡിലേ, അതാണ് ഡിമോണിക് ഡിലേ. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസിൻ്റെ വാക്യം ഞാൻ പറയാം. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം 18-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. കണ്ടോ? ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു, ഏറ്റവും അധികം ശ്രമിച്ചു. പക്ഷേ അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ, 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. പൗലോസിന് തെസ്സലോനിക്കയിൽ പോകാൻ നമ്മൾ പറയുമോ, നമ്മൾ ബന്ധക്കോസുകാര്, നമ്മളെ പിശാച് ഒന്നും ചെയ്യത്തില്ല. പക്ഷെ പൗലോസ് എന്താ പറയുന്നതെന്നറിയാമോ? സാത്താൻ ഞങ്ങളെ തടുത്തു. ആമേൻ. ഈ ചുമ്മാതെ ഗീർവാണം അടിക്കാതിരിക്കുന്നേ. പൗലോസ് പരമാർത്ഥം പറയാം, സാത്താൻ എന്നെ തടുത്തു. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ദൈവഹിതമായ താമസങ്ങളെ തിരിച്ചറിയണം, പൈശാചികമായ താമസങ്ങളെയും തിരിച്ചറിയണം.
എല്ലാ താമസം വരുമ്പം ദൈവസകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തോളും. അത് നിനക്ക് പ്രാർത്ഥിക്കാൻ വയ്യാത്തോണ്ടുള്ള ഉഡായിപ്പാണ്. അത് നിനക്ക് ഉപവസിക്കാൻ കഴിയാത്തതിൻ്റെ ഉള്ള ഒഴിവ് കഴിവാണ്. ദൈവം അങ്ങ് ചെയ്തോളും, ദൈവം ചെയ്തോളും. കൊയ്ത്തുകാലം കഴിയുമ്പോൾ യോർദാൻ വറ്റും. നിനക്കിങ്ങനെ വെള്ളത്തിൽ കൂടെ ലാലാപാടി അപ്പുറത്ത് പോകാം. പക്ഷെ നീ ചെല്ലുമ്പോഴത്തേക്ക് കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞ കണ്ടങ്ങൾ വെളുത്തിരിക്കുന്നത് കാണും. അത് കാണാൻ എന്തിനാ യോർദാൻ കിടക്കുന്നേ? എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ യോർദാൻ കിടക്കുന്നേ? മൂക്കി പല്ല് കളിച്ചിട്ട് പിന്നെ എന്തിനാ വാഗ്ദത്തം അനുഭവിക്കുന്നേ? നീ വാഗ്ദത്തം അനുഭവിക്കേണ്ടത് 30s 30s തന്നെ അനുഭവിക്കണം. നീ വാഗ്ദത്തം അനുഭവിക്കേണ്ടത് 20s 20s തന്നെ അനുഭവിക്കണം. 20s അനുഭവിക്കേണ്ട ബ്ലെസ്സിങ് 40s അല്ല, 30s അനുഭവിക്കേണ്ട ബ്ലെസ്സിങ് 60s അല്ല. നീ എവിടെയാണോ വാഗ്ദത്തം പ്രാപിക്കേണ്ടത്, നീ എവിടെയാണോ അനുഗ്രഹം പ്രാപിക്കേണ്ടത്, അവിടെ തന്നെ നീ ബ്ലെസ് ചെയ്യപ്പെടണം. സാത്താൻ ഞങ്ങളെ തടുത്തു. രണ്ട് പ്രാവശ്യം പിശാച് എന്ത് ചെയ്തെന്നറിയാമോ? താമസിച്ചോ. ഇന്ന് പകൽക്കാലം നിന്റെ ഏതെങ്കിലും വഴി ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ഡിലേയിങ് സ്പിരിറ്റ് ഉണ്ട്. ഇന്ന് പകൽ ആരാധിച്ചു പൊട്ടിച്ചോണം. രണ്ട് പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചോ, പക്ഷെ വിചാരിച്ചതല്ലാതെ കാര്യം എന്ത് ചെയ്തില്ല, നടന്നില്ല. വിചാരിച്ചു, കാര്യം നടന്നില്ല. കാരണം എന്താണെന്നറിയാമോ? സാത്താൻ അതിനെ ഹിൻഡർ ചെയ്യുകയാണ്. Every demonic delaying spirits, എല്ലാ താമസിപ്പിക്കുന്ന ദുരാത്മാക്കളോ ഇന്ന് പകൽ സാത്താന്യ ദുരാത്മാക്കൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇതിനകത്ത് കഴിയട്ടെ. ജൽമഹർത്താനിയ പ്രമഷ്മർത്താനി ലോർഡ് ഹറ്റാനിയ. വിചാരിച്ചത് നടക്കാഞ്ഞത് സാത്താന്യ തടസ്സമാണ്. ഞാൻ പറയുന്നു, വിചാരിച്ചത് നടക്കാഞ്ഞത് സാത്താന്യ തടസ്സമാണ്. പൗലോസ് അതിനെ അംഗീകരിക്കുകയാണ്. പക്ഷെ നമുക്കെന്ത് ചെയ്യാൻ കഴിയത്തില്ലെന്നറിയാവോ? പിശാച് നമ്മളെ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ ആരാന്നറിയത്തില്ലയോ? ദിവസം 14 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന അഭിഷക്തനല്ലയോ ഞാൻ? 5 മിനിറ്റ് മുട്ടയിലിരിക്കത്തില്ല. എന്നിട്ട് പറയുന്നതോ പിശാച് നമ്മളെ ഒന്നും ചെയ്യത്തില്ല. നിരന്തരം പ്രാർത്ഥനയിൽ ആത്മശക്തിയുടെ ഉത്തരീയവർ റൂമാലു ഒരുത്തന്റെ മേൽ വീണാൽ അസാധാരണമായ സൗഖ്യം വരുന്ന പൗലോസിന്റെ വഴി തടയാൻ വേണ്ടി പിശാച് പ്രബലപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ദൈവജനം തിരിച്ചറിയണം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്. പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ സർവായുധ വർഗം ധരിച്ച് ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് ക്രിസ്തയേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെട്. ജീസസ്. വിചാരിച്ചത് നടക്കാഞ്ഞത് സാത്താന്യ തടസ്സമാണ്. 2 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടണ്ട. നീ തിരിച്ചറിയേണ്ടതിന് നിന്റെ ദൈവത്തിന് മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ചപ്പോൾ തന്നെ നിന്റെ വാക്ക് ദൈവം കേട്ടു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും എന്നെ സഹായിപ്പാൻ, പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ പാർസി രാജാക്കന്മാരോടുകൂടെ ഞാൻ വിട്ടേച്ച് നിന്റെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് പകൽ കണ്ടോ, പ്രാർത്ഥന സ്വർഗത്തിലെത്തി. കഴിഞ്ഞ ദിവസം പ്രാർത്ഥനകളിൽ ഒന്നിൽ ഞാൻ പറഞ്ഞതാണ്, പ്രാർത്ഥനയുടെ 2 തടസ്സങ്ങൾ. ഒന്ന്, പ്രാർത്ഥന മുകളിലേക്ക് പോകാതെ തടയും. വെളിപ്പാട് 8. പക്ഷേ ഇവിടെ പ്രാർത്ഥന മുകളിലേക്ക് പോയി, പക്ഷേ തിരിച്ച് സാധനം വരാതെ അന്ധകാര ശക്തികൾ എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥനയുടെ മറുപടി തടഞ്ഞിടുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രികളിൽ ഞാൻ നിങ്ങളോടുകൂടെ ഉള്ളപ്പോൾ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനകൾ എഫക്റ്റീവ് ആകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സങ്കീർത്തനക്കാരൻ അതാ പറയുന്നത്, കർത്താവേ, കപടമില്ലാത്ത അതരങ്ങളിൽ നിന്നുള്ള എൻ്റെ യാചന നീ കേൾക്കണമേ. അപ്പോൾ പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ മറുപടികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ എവിടെയൊക്കെയോ സാത്താന്യ ബലങ്ങൾ നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളെ തടയുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ വെക്കുകയാണ്. വർഷങ്ങളായി, നാളുകളായി നീ പ്രാർത്ഥിച്ചിട്ട് ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ല എങ്കിൽ some demonic spirits, some territorial authorities are hindering the answer of your prayer. ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് സ്വയം വിവേചിച്ചാട്ടെ, സ്വയം പരിശോധിച്ചാട്ടെ, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ഒരു അന്ധകാര ശക്തി തടയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു ദൂതൻ എനിക്കിറങ്ങണം. അങ്ങനെയെങ്കിൽ ഒരു ദൂതൻ എനിക്കിറങ്ങണം.
ആമേൻ. ഇന്ന് പകൽ ഇതിനകത്ത് ദൈവ പൈതലെ ഒന്നുകിൽ ഒരു ഡിവൈൻ ഡിലേ നിന്റെ മേളിൽ കാണും. ആമേൻ. The end will be supernatural. അതൊരു അനുഗ്രഹമായിരിക്കും. സംടൈംസ് എൻ്റെയും നിങ്ങളുടെയും അവിശ്വാസമായിരിക്കാം, ആമേൻ, ബലഹീനതയായിരിക്കാം, ആമേൻ, ദൈവത്തിലുള്ള ട്രസ്റ്റിൻ്റെ കുറവായിരിക്കാം, ആമേൻ, നമ്മുടെ വാക്കുകളായിരിക്കാം, ചില കംഫർട്ട് സോണുകളായിരിക്കാം നമ്മുടെ ഡിലേ. ഇന്ന് പകൽ അതിനെ ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഗോഡ് സ്പീഡ് അവിടെ വെളിപ്പെടും. 3, സം ഡിമോണിക് ഡിലേസ്. ആമേൻ. വിചാരങ്ങളെ തടയുന്ന, പ്രാർത്ഥനയുടെ മറുപടികളെ തടയുന്നതായ, ആമേൻ, ഡിമോണിക് ബാരിയേഴ്സ്, ഡിമോണിക് ഡിലേസ്. പക്ഷേ ഒരു പ്രാർത്ഥനാ വാചകത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. 40-ാം സങ്കീർത്തനം 17-ാം വാക്യം. 40-ാം സങ്കീർത്തനം 17-ാം വാക്യം. എത്ര ദൈവമക്കൾ ഇന്ന് എന്നോടൊപ്പം ചേർന്ന വാക്യം പ്രാർത്ഥിക്കാം. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. ദൈവം തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എൻ്റെ ദൈവമേ താമസിക്കരുതേ, എൻ്റെ ദൈവമേ താമസിക്കരുതേ, എൻ്റെ ദൈവമേ താമസിക്കരുതേ, എൻ്റെ ദൈവമേ താമസിക്കരുതേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളിലേക്ക് ഒരു വേദവാക്യം ഇമ്പാർട്ട് ചെയ്ത് പറഞ്ഞു വിടുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എല്ലായ്പ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, സങ്കീർത്തനം 40:17, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും ദൈവം എന്നെ വിചാരിക്കുന്നു. കർത്താവ് എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എൻ്റെ ദൈവമേ താമസിക്കരുതേ, എൻ്റെ ദൈവമേ താമസിക്കരുതേ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ ഫെബ്രുവരി 1-ാമത്തെ ആഴ്ചയിൽ, ആമേൻ, നാളുകളായി താമസിച്ചു നിന്ന ചില വിഷയങ്ങൾക്കകത്ത് ആഹാബിന്റെ രഥത്തിന് മുമ്പേ ഓടിയ ഏലിയാവിനെ പോലെ ഒരു ഗോഡ് സ്പീഡ്, ഒരു ഡിവൈൻ സ്പീഡ്, ഞാൻ അതിനെ ഇങ്ങനെ പറയും, ഒരു ഡിവൈൻ ആക്സിലറേഷൻ, ഒരു ഡിവൈൻ ആക്സിലറേഷൻ, ഒരു ഡിവൈൻ ആക്സിലറേഷൻ. ജീസസ്, ഒരു ഡിവൈൻ ആക്സിലറേഷൻ. അതെങ്ങനെ സംഭവിക്കുമെന്നറിയാമോ? ഒരൊറ്റ വാക്യം വായിച്ച് പൂർത്തീകരിക്കുകയാണ്. ഉൽപ്പത്തി 19:16. ഉൽപ്പത്തി 19:16. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്തുപോയി ആക്കി. ആമേൻ. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്തു. ദൂതന്മാർ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുപോയി. യെസ്, ഇന്ന് പകൽക്കാലം നീ താമസിക്കുന്ന വിഷയത്തിൽ, താമസിക്കുന്ന നിന്റെ വിഷയത്തിനകത്ത് ദൈവം കരുണ ചെയ്യാൻ പോവുകയാണ്.